ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ ഉത്സുകരായിരിക്കണമെന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പലർക്കും ഈ കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡ് ഒരുപക്ഷെ പരിചയമില്ലായിരിക്കും. അത് ഈ വെസ്റ്റേൺ കൾച്ചറിന് പൊതുവെ ഇല്ലാത്തൊരു കാര്യമാണ് കോൺസെൻട്രേഷൻ. ഈസ്റ്റേൺ പീപ്പിളിൽ ഉള്ളതുമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് ഇരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും യഹോവയുടെ സ്തുതി ഉണ്ടാകട്ടെ എന്നർത്ഥമുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ദൈവത്തിന്റെ ആരാധന കേട്ടു. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിരുന്നു. ദൈവത്തിന്റെ ദാസനായ യോബിനെ കുറിച്ചായിരുന്നു. ഒരാൾക്ക് എങ്ങനെ വിപരീത സാഹചര്യങ്ങളിൽ ദൈവഭക്തനായിരിക്കാൻ കഴിയുമെന്നോ, ദൈവഭക്തിയിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയുമെന്നോ, പ്രതിബന്ധങ്ങളെ തോൽപ്പിച്ച് എങ്ങനെ വിജയത്തിന്റെ ഒരു പര്യവസാനത്തിൽ എത്താമെന്നും യോബിന്റെ പുസ്തകം ആസ്പദമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ചിന്തകൾ നമുക്ക് അനുഗ്രഹമായി തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ സമാപന രാത്രിയിലും കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ചില വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 2 Chronicles chapter 26 verses 1 to 5. 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ട് വന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ച ശേഷം ഏലോത്തിനെ പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യുഖല്യ എന്ന് പേർ. അവൾ യെരൂശലേംകാരിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഹൃദയങ്ങളിൽ എന്നോട് കൂടെ പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കാമേ. ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ സ്വർഗീയ അനുഗ്രഹം പകരണമേ. ഇന്ന് രാത്രി പാപഭാരത്തോടും രോഗദുഃഖങ്ങളോടും മനോവേദനകളോടും കുരുക്കുപടങ്ങമായ ജീവിത പ്രശ്നങ്ങളോടും കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ നീ ദർശിച്ച് അവരെ സാന്ത്വനപ്പെടുത്തി അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കാൻ ആവശ്യമായ ആലോചന ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് എപ്പോഴും അത് ലഭിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു രാജാവിന്റെ ചരിത്രം. നാം ഇസ്രായേൽ ജാതിയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ആദ്യം ഒരു അൺഡിവൈഡഡ് കിങ്ഡമായി. ശലോമോൻ രാജാവിന്റെ കാലം വരെ ഒരു യുണൈറ്റഡ് കിങ്ഡമായി, ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യമായി. ഇടയ്ക്ക് തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവമക്കൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഭിന്നിച്ചു പോയാൽ അത് ശത്രുവിന് വലിയൊരു മുതലെടുപ്പായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും. ഇസ്രായേൽ ജനത്തിന്റെ പാപ നിമിത്തമാണ് ഇസ്രായേൽ രാഷ്ട്രം ഡിവൈഡഡ് ആയി പോയത് എന്ന് നിഷ്പക്ഷമായി പഠിക്കുന്നവർക്കൊക്കെ അറിയാം. ശലോമോന്റെ മകനായ
മുതൽ ഈ രാജ്യം രണ്ടായിട്ട് പിരിഞ്ഞ്, അത് തെക്കേ രാഷ്ട്രമെന്നും വടക്കേ രാഷ്ട്രമെന്നും അല്ലെങ്കിൽ ഇസ്രായേലെന്നും യഹൂദ എന്നും രണ്ട് രാഷ്ട്രങ്ങളായി അറിയപ്പെട്ട് മുന്നോട്ട് പോയി. ഒന്നിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജെറുസലേമും മറ്റേതിൻ്റെത് സമരിയായും ആയിരുന്നു. അതിന്റെ ചരിത്രമെല്ലാം പറയാൻ നേരമില്ല. ഈ യഹൂദ രാജവംശം അല്ലെങ്കിൽ രണ്ട് ഗോത്രങ്ങൾ മാത്രമുള്ളതായ ഈ രാജവംശം കുറച്ച് മെച്ചമായിരുന്നു എന്ന് പറയാം. പൊതുവെ ദൈവത്തെ അന്വേഷിക്കുന്ന പല രാജാക്കന്മാരും ആ രാജവംശത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ രാജവംശം അല്ലെങ്കിൽ സമരിയ കേന്ദ്രമാക്കിയ ആ രാജവംശം പൊതുവെ ഇറ്റ് വാസ് ഗിവൺ ടു അപ്പോസ്റ്റസി ആൻഡ് ഐഡലട്രി. വിശ്വാസ ത്യാഗത്തിനും അതുപോലെ തന്നെ വിഗ്രഹ സേവയ്ക്കും പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് അത് തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ, മലയാളത്തിൽ ഒരു വാക്കിലുണ്ട്, ഇടങ്ങഴിയും ചങ്ങഴിയും പോലുള്ള വ്യത്യാസങ്ങളാണ്. അമ്മമാർക്കൊക്കെ അറിയാം ആ അളവ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഒരു വ്യത്യാസം പേരിലുള്ള വ്യത്യാസം. ആദ്യം ഈ യഹൂദവംശം കുറച്ച് മെച്ചമായിട്ടൊക്കെ തുടങ്ങിയെങ്കിലും കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ പൗലോസ്ലിഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വ്യത്യാസവും ആ നിലയിലായി തീർന്നു. ഈ രണ്ട് രാജവംശങ്ങളും അത് പാപത്തിൽ പതിച്ചു. ഈ രണ്ട് ജനതകളും പാപം ചെയ്തു. അതിന്റെ ഫലമായി രണ്ട് രാജ്യങ്ങളെയും രണ്ട് രാജാക്കന്മാരെയും അശൂർ രാജാവ് അതുപോലെ തന്നെ ബാബിലോൺ രാജാവ് തുടങ്ങിയതായ ജാതീയ രാജാക്കന്മാരെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അതെല്ലാം കണ്ണുനീരിൽ മുഖ്യ ചരിത്രമാണ്. അതൊന്നും ഇന്ന് രാത്രി ഇവിടെ പറയാൻ നേരമില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്ന ചിന്തകൾ വേറെ ചിലതാണ്. ഈ യഹൂദ രാജവംശത്തിൽ പ്രസിദ്ധന്മാരായ പല രാജാക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു രാജാവാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കാം, ഉസിയ രാജാവ്. അല്ല, തലയെടുപ്പുള്ള ഒരു രാജാവ്, വളരെ മിടുക്കനെ. യെശയ്യാ പ്രവാചകന്റെ ഒരു കണ്ടംപററിയാണ്, സമകാലീനായി. ഈ ഉസിയ രാജാവ് ജീവിച്ചിരുന്ന കാലത്ത് യെശയ്യാ പ്രവാചകനെ ദൈവം വളരെ ഉപയോഗിച്ചിരുന്നു. നിങ്ങള് എല്ലാവരും വേദപുസ്തകം ഒരാമത്തെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. വേദപുസ്തകത്തിലെ ഒരു പ്രസിദ്ധമായ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഉസിയ രാജാവ് മരിച്ച ആണ്ട്. അതൊരു പ്രത്യേക ആണ്ട്. ഉസിയ രാജാവ് മരിച്ചതായ ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ ഒരു സ്വർഗീയ ദർശനം കണ്ടു. ഹല്ലേലൂയ. ഈ ഉസിയ രാജാവിന്റെ ചരിത്രം ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്ക് ഒരു മോഡൽ, ഒരു ഓബ്ജക്ട് ലെസൺ, ഒരു സാധന പാഠം, ഒരു വാക്കൂടെ കടന്ന് ഞാൻ പറയട്ടെ, ഒരു താക്കീത്, ഒരു ഭയനിർദ്ദേശം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആദ്യം വളരെ ദൈവകൃപയിൽ നിന്ന അനേകം വ്യക്തികൾ ദൈവത്തിന്റെ വ്യവസ്ഥകൾ കാത്തു സൂക്ഷിക്കാതിരുന്നതിനാൽ അവരോട് തകർന്ന് തരിപ്പണമായതായി കാണുവാൻ സാധിക്കും. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഈ കവികളുടെ വലിയ കൃതികളൊക്കെ, ഡ്രാമാസ് ഒക്കെ പലതും ട്രാജഡീസാണ്, ദുരന്ത കഥകളാണ്. വെൽ സ്റ്റാർട്ടഡ് ബട്ട് സാഡ്ലി എൻഡഡ്. നന്നായി തുടങ്ങിയതാണ്, പക്ഷെ ഒടുവിൽ കണ്ണുനീരിൽ ചെന്ന് അവസാനം. നമ്മുടെ ആരുടെയും ജീവിതം ഒരു ട്രാജഡിയായി തീരരുതെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നേരെ മറിച്ച് കോമഡി എന്നാണ് അതിന്റെ എതിർപദം. നല്ല വലിയ അവസാനം പ്രാപിക്കണം, നല്ല അന്ത്യം പ്രാപിക്കണം. ഞങ്ങളൊക്കെ യാക്കോബായി ഇങ്ങനെ അച്ഛന്മാരായിട്ട് കുർബാനയൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ഹൃദയസ്പർശമായ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ചൊല്ലുമായിരുന്നു. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് അനുഭവിക്കുന്നില്ല, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു. നല്ല ഗീതങ്ങൾ, ഇപ്പോഴും ഞാൻ ആ ഗീതങ്ങളൊക്കെ ഇങ്ങനെ സുറിയാനി ചൊല്ലിച്ചപ്പോൾ സന്തോഷിക്കാറുണ്ട്. നിങ്ങളെ ഒന്നും കേൾപ്പിക്കായിരുന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഞാൻ ഓർക്കുന്നു. കുർബാന ഇങ്ങനെ പരസ്യമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ്
ഒരപേക്ഷ ചൊല്ലുമ്പോൾ ആ അപേക്ഷയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എത്ര നല്ലൊരു വാക്യം, എത്ര നല്ലൊരു പ്രാർത്ഥന! സമാധാന മനുഷ്യർക്ക്, അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആരോ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യരുടെ ഒക്കെ ജീവിതത്തിന്റെ അവസാനം കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് അത് വിലയിരുത്താൻ കഴിയുമെന്ന്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ചില ആളുകളുടെ ജീവിതത്തിന്റെ അവസാനം നമ്മൾ നോക്കിയാൽ വലിയ ട്രാജഡിയായി, ദുരന്തമായി, ഭയങ്കരമായി. എന്നാൽ ഭക്തന്മാരായ ആളുകളുടെ ജീവിതം നമ്മൾ നോക്കിയാൽ അവരുടെ ജീവിതം അസ്തമന സൂര്യനെ പോലെ മനോഹരമായി. ഞാൻ അങ്ങനെയുള്ള ചില ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ ആ യോഗ സ്ഥലത്ത് വന്ന് ഒരു കൊച്ചു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. ഞാൻ ചോദിച്ചെന്തിനാണ്? അവിടെ ആ അമ്മച്ചിക്ക് ഭയങ്കരമായ സോക്കേടാണ്, ഇന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ചെല്ലണമെന്ന് ആ അമ്മച്ചിക്ക് വലിയൊരു താല്പര്യം. ഞാൻ വഴിയെ ഇങ്ങനെ പോകുമ്പോൾ ആ കൊച്ചോട് ചോദിച്ചു, എന്താ അമ്മച്ചിയുടെ സോക്കേട്? അയ്യോ എന്റെ പാസ്റ്ററെ പറയാനില്ല, കാലെല്ലാം പൊട്ടി അഴുകി അകപ്പാടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മച്ചിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. ഇവിടെ യോഗം നടക്കണമെന്ന് കേട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഒന്ന് കാണണം, ഒന്ന് വിളിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചിന്റെ വർണ്ണനയിൽ നിന്ന് ഞാൻ ആ രോഗിയെ എന്റെ മനസ്സിൽ ഇങ്ങനെ വളർത്തിയെടുത്തോണ്ടാ പോയത്. ഞാൻ അവിടെ ചെന്നു, ആ മുറിയിലോട്ട് കയറി. എവിടെയാ രോഗി കിടക്കുന്നെന്ന് ചോദിച്ചു. ആ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന പാടെ അങ്ങോട്ട് കയറി രോഗിയുടെ മുഖത്തോട്ട് നോക്കി. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റാൻ തുടങ്ങി. രോഗി എവിടെ കിടക്കുന്നെന്ന് ആ ആളിനോട് ചോദിക്കാൻ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ നോക്കിയപ്പോ ആ മുറിയിൽ ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് ആ അബദ്ധം ഞാൻ കാണിച്ചില്ല. മനസ്സിലായോ? ഞാൻ ആ വ്യക്തിയുടെ ആ അമ്മച്ചിയുടെ മുഖത്തോട് നോക്കിയപ്പോ ഒട്ടും അതിശോക്തി പറയല്ല, സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലെ ചെയ്തു. ഞാൻ ആകപ്പാടെ ചുറ്റും നോക്കുക, എവിടെ രോഗി. എന്നാൽ ആ അമ്മച്ചിയുടെ അരയ്ക്ക് താഴോട്ട്, കാൽമുട്ടുകളുടെ താഴോട്ടുള്ള ഭാഗം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ആ കൊച്ചനോട് പറഞ്ഞതുപോലെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ അമ്മച്ചിയുടെ കാലിനും തലയ്ക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഞാൻ മനസ്സിലായോ? ഹല്ലേലൂയ, അതാണ് ദൈവകൃപ. ആ കാലിന്റെ ആ രോഗം അതൊന്നും ആ മുഖത്തെ ബാധിച്ചിട്ടില്ല. വാക്കുകളിലേക്ക് ഒരു പരാതിയില്ല. ദൈവകൃപയുള്ള മനുഷ്യരുടെ അവസാന ഭാഗം വളരെ മനോഹരമാണ്. അമസ്യ എന്ന് പറഞ്ഞ രാജാവ് അത് മരിച്ചു. ആ രാജാവിന്റെ ചരിത്രം ഒരാളിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു, എന്നാൽ അവസാനം കൊണ്ട കാടിക്കലത്തിൽ അവസാനിപ്പിച്ചു. എനിക്ക് ഈ പൗലോസ്ലിയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അനേകം വികാരങ്ങൾ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകാറുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പൗലോസ്ലിഹ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ തന്റെ കൂടെ ഉള്ള കൊച്ചു സഹോദരന്മാരെ എല്ലാം വന്ദനം ഇങ്ങനെ അറിയിക്കും. സിൽവാനോസ് വന്ദനം പറയുന്നു, എപ്പപ്പോസ് വന്ദനം പറയുന്നു. ഇങ്ങനെ തന്റെ കൂടെ നിൽക്കുന്ന കൊച്ചു സഹോദരന്മാരുടെ വന്ദനം കൂടെ താൻ ഇങ്ങനെ ലേഖനങ്ങളിൽ എടുത്തു പറയാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഞാനൊരു കൊച്ചു ഹോം സ്റ്റഡി പറയുകയാണ്. 2 പ്രാവശ്യം പൗലോസ് ലേഖനങ്ങൾ എഴുതിയപ്പോൾ അടുക്ക നിന്ന് ഒരാൾ പറഞ്ഞു, പൗലോസേ എന്റെ വന്ദനം കൂടെ ഒന്ന് അറിയിച്ചേക്കണമെന്ന്. ഉടനെ പൗലോസ് എന്ന് പറഞ്ഞെന്ന് അറിയാമോ? പൗലോസ് ഉടനെ എഴുതി, ദേമാസ് നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ ഇന്ന് പോയി പരിശോധിച്ച് നോക്കൂ, 2 പ്രാവശ്യം ദേമാസ് നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ തന്റെ അവസാന ഭാഗത്തെ ലേഖനം എഴുതിയപ്പോൾ താൻ പറഞ്ഞു, പോയെന്ന് പറഞ്ഞു. അവൻ പോയി.
ദേമാസില്ല, അവൻ പോയി. എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ചരിത്രകാരന്മാർ പറയുന്നത് ആ നാളുകളിൽ തെസലോനിക്കായി ഒരു സിൽവർ മൈൻസ് ഓപ്പൺ ചെയ്യുന്ന, വെള്ളി ഖനനം ചെയ്യുന്നതായ ഒരു ഖനി കണ്ടെത്തി. നല്ല ലാഭം ഉണ്ടാക്കാനുള്ള പണി ആണെന്ന് അനേകർ പറഞ്ഞു കേട്ടപ്പം സുവിശേഷകാരെ എടുത്ത് ദൂരെ കളഞ്ഞേച്ച് ദേമാസ് ഒറ്റ ഓട്ടം ഓടിയിട്ട് പിന്നെ ആ വെള്ളിക്കനിയുടെ കുഴിക്കകത്തിയെന്നാ വീണു. ദേമാസ് എങ്ങനെ പോയെന്നാ പൗലോസ് പറയുന്നത്? He loved the world. വേദപുസ്തകത്തിലെ ഒരു ഫ്രേസ് ആണ് വേൾഡ്. നേരെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വേൾഡ് എന്ന് പറഞ്ഞാൽ ഏർത്തല്ല, ഈ മണ്ണല്ല. വേൾഡ് എന്ന് പറഞ്ഞാൽ the unsaved system. Praise the Lord. The fallen system. ദൈവത്തിന് കീഴടങ്ങാത്ത വ്യവസ്ഥിതിക്ക് മൊത്തത്തിലുള്ള പേരാണ് ലോകം. ലോകം, ജഡം, ഈ ജഡം എന്ന് പറഞ്ഞാൽ unredeemed body. Praise the Lord. Satan എന്ന് പറഞ്ഞാൽ praise the Lord, unredeemed entity, വീണ്ടെടുക്കപ്പെടാത്ത ജീവി. Praise the Lord. നമ്മളൊക്കെയും praise the Lord ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്. ചില ആളുകൾക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട്. ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതിന് പിന്നെ ലോകക്കാരെ പോലെ ജീവിക്കും. അത് ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. അമസ്യാവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അമസ്യാവിന്റെ മകനായ ഒരു കൊച്ചു ബാലകനെ പിടിച്ച് രാജാവാക്കി. നമുക്ക് എല്ലാവർക്കും അല്പസമയം ചേർന്ന് ചിന്തിക്കാം. വേദപുസ്തകം നിങ്ങളും തുറന്നു വെക്കുമെങ്കിൽ ഒരു ചിന്തിക്കാം. ഈ രാജകുമാരനെ രാജാവാക്കിയപ്പോൾ അവൻ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു? എന്റെ കർത്താവേ, ടീനേജറാണ്. ഒരു കൊച്ചി എടുക്കൻ, ദൈവത്തിന് സ്തോത്രം, അവനെ പിടിച്ച് രാജാവാക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ദാവീദിന്റെ മരണശേഷം ശലോമോനെ രാജാവാക്കി. ശലോമോൻ ഇത് തന്നെയായിരുന്നു അനുഭവം. He was not mature. അവന് പക്വതയില്ലായിരുന്നു, കഴിവില്ലായിരുന്നു. ദൈവം അവന് വെളിപ്പെട്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ നല്ല വെട്ടിലായിരുന്നു കേട്ടോ. ശലോമോൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ, കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായ ഈ ജനത്തെ ഒന്ന് നേരായി ഭരിക്കുവാൻ എനിക്ക് ദിവ്യജ്ഞാനം നൽകണം എന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനൊരു ബാലകനാണ്, എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് ദൈവത്തോട് അവൻ തുറന്ന് സമ്മതിച്ചു. അതവൻ അനുഗ്രഹമായി തീർന്നു. ഇവിടെ 16 വയസ്സ് പ്രായമുള്ള ഉസിയാവിനെ പിടിച്ച് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. എന്നിട്ട് നമുക്ക് ആ വാക്യഭാഗങ്ങള് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ ഇത്ര പ്രാവശ്യ ശേഷം ഏലോത്തിനെ പണിതും അതിന്റെ യഹൂദയ്ക്ക് വീണ്ടും കൊടുത്തും ഇവൻ തന്നെ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. 16 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. 52 സംവത്സരം യെരൂശലേമിൽ യഹൂദ രാജാക്കന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവൻ ഭരിച്ചു. അവന്റെ അമ്മയ്ക്ക് യൊഹല്യ എന്ന് പേർ. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്ത പോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ചിലര് ഞാൻ എന്റെ അപ്പൻ ചെയ്തതുപോലെ തന്നെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ. എന്നാൽ അപ്പൻ ചെയ്തതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അപ്പൻ ചെയ്ത നല്ല കാര്യം മാത്രമേ പകർത്താവൂ. ഇവനെന്ത് ചെയ്തു? തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും എന്ത് ചെയ്തു? യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. മാന്യ ജീവിതമേ, നീ നിന്റെ മാതാപിതാക്കന്മാരെ പകർത്തുന്നത് നല്ലതാണ്. പക്ഷെ മാതാപിതാക്കന്മാര് ദൈവത്തെ അനുസരിച്ചെങ്കിൽ അത് നീ പകർത്തണം. അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ അത് നീ പകർത്തരുത്. ട്രഡീഷൻ എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് ദൈവഭക്തിയോട് ചേർന്നതായിരിക്കണം. അല്ലാത്ത ട്രഡീഷൻ എല്ലാം നമ്മൾ ചാടിക്കളയേണ്ടത് ആവശ്യമാണ്. അടുത്ത വാക്യം വായിച്ചാൽ, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കറിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഒന്ന് നിർത്തിക്കാത്ത എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൂത് അതിനകത്താണ്. ഈ 16 വയസ്സ് പ്രായമുള്ള ഈ ഉസിയാവിനെ ആത്മീയമായിട്ട് വേണ്ടുന്ന പക്വതയൊന്നും ഇല്ലാതിരുന്നതിനാൽ ഞാൻ പറയട്ടെ, അവനെ പഠിപ്പിക്കുക. അങ്ങനെ എങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവഭയത്തിൽ
പഠിപ്പിക്കാനല്ല, കെമിസ്ട്രി പഠിപ്പിക്കാനല്ല, പിന്നെ പോളിറ്റിക്സ് പഠിപ്പിക്കാനല്ല. അതൊക്കെ തെറ്റാന്ന് ഞാൻ പറഞ്ഞാൽ ആരും ധരിക്കരുത്. പക്ഷെ ഇവിടെ ട്യൂട്ടറെ ആക്കിയത് ഏതെങ്കിലും ലോകപ്രകാരമുള്ള വിഷയം പഠിപ്പിക്കാനല്ല, പിന്നെ ദൈവഭയത്തിൽ അവനെ ഉപദേശിപ്പാൻ. നിന്റെ കുഞ്ഞ് നന്നാകണമെങ്കിൽ, അവൻ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവഭയത്തിലുള്ള ഉപദേശം കൊടുക്കണം. ദൈവഭയത്തിൽ അവനെ ഉപദേശിക്കുവാൻ ഒരാളിനെ ആക്കി. അവിടെ വന്ന ട്യൂട്ടർ ഉണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ട ഒരാളായിരുന്നു. ഞാൻ അറിയുന്നിടത്തോളം വേദപുസ്തകത്തിൽ പ്രവാചകന്മാരുടെ നിരയിൽ അതേ ഉൾപ്പെട്ടിരിക്കുന്ന ആ സെക്രട്ടറിയാവാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. വായിക്കാൻ അദ്ദേഹത്തിന്റെ കാര്യം. സെക്രട്ടറിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അത് തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ആ വാക്യം ഒന്നുകൂടെ പുറത്തിറങ്ങിയത് വായിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. അവനെ ഉപദേശിച്ചു വന്ന സക്കറിയാവിന്റെ ആയുഷ്കാലത്ത്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്കറിയാവിന്റെ കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. കണ്ടീഷനിലാണ് ആ വാക്യം. ഉസിയ രാജാവ് എപ്പോഴാണ് ദൈവത്തെ അന്വേഷിച്ചത്? ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്കറിയാവിന്റെ കാലത്ത്. ഒരു വ്യക്തി അവനെ ദൈവഭയത്തിൽ വളർത്തുവാനായി അവരെ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത കാലത്താണ് അവൻ ദൈവത്തെ അന്വേഷിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? ആത്മീയ കാര്യങ്ങൾക്ക് മാതാപിതാക്കന്മാരെ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് പ്രേരണ കൊടുക്കണം. ഇല്ലാതെ അവർ ഓട്ടോമാറ്റിക് ആയിട്ടൊന്നും ദൈവഭക്തരായി തീരുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചിലരോടൊക്കെ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു തത്വം, ഈ കണ്ടത്തില് നെല്ല് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കർഷകൻ വെറുതെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളില്ലേ തന്നെത്താൻ ചിലപ്പോൾ നെല്ലുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്നാ നീ വയസ്സിയെന്ന് ഇയാളുകയല്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അതിന് നീ കഷ്ടപ്പെട്ട് നീ കണ്ടതൊക്കെ അടിച്ചു പൂട്ടി അത് വ്യവസ്ഥ പ്രകാരം നീ ഉദ്ദേശിക്കുന്ന വിത്ത് തക്ക സമയത്ത് അതിൽ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നിനക്കൊരു വിളവുണ്ടാകൂ. അതേസമയം തന്നെ കളയുണ്ടല്ലോ, വീഡ്സ്, ആരും അതിനു വേണ്ടി ഒന്നും പണിപ്പെടണ്ട. അതിന്റെ വിത്ത് കൊണ്ടുവരികയും വേണ്ട, അതിന് വളവും അറിയണ്ട. നിങ്ങൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നതിന് വിപരീതമായിട്ട് എവിടെങ്കിലും കുറെ എണ്ണം പോകും. കളയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, എന്നാൽ വിളവിന് വേണ്ടി നിങ്ങളുടെ സർവപരിശ്രമം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ലോകന്യായമെങ്കിലും നമ്മുടെ ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല, പ്രാർത്ഥനയോടെ ഇരുന്നാൽ. ദൈവഭയത്തിൽ അവനെ അഭ്യസിപ്പിച്ച സെക്കറിയാവിന്റെ കാലത്ത് അവൻ യഹോവയെ അന്വേഷിച്ചു. ഇനി ആ വാക്യം തീർന്നില്ല, ശ്രദ്ധിക്കണം. അത് കണ്ടീഷൻ. ആ വാക്യവും കണ്ടീഷനിലാണ്. സെക്കറിയാവ് അവനെ ദൈവകൃപയിൽ അഭ്യസിപ്പിച്ചിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ചിടത്തോളം കാലം ദൈവം അഭിവൃദ്ധി ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും വ്യവസ്ഥാപിതമാണ്, കണ്ടീഷനിലാണ്. എന്തിനാ ഞങ്ങളൊക്കെ പലപ്പോഴൊക്കെ വന്നിങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് അറിയാമോ? ഈ ദൈവകാര്യം എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, അത് ഉണർത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. പ്രവാചകന്മാർ മുൻപറഞ്ഞതും അപ്പോസ്തലന്മാർ നിങ്ങൾക്ക് അറിയിച്ചതുമായ കാര്യങ്ങളെ ഞങ്ങൾ വീണ്ടും അനുസ്മരിപ്പിക്കുന്നതാണ് വിശുദ്ധ പത്രോസ് എഴുതിയിരിക്കുന്നത്. ദൈവകാര്യം എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കേണ്ടതാണ്. അത് കൂടെ കൂടെ സ്പെയർ ചെയ്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അതെന്തെങ്കിലും ഒരിക്കൽ കേട്ടതുകൊണ്ട് മതിയാകുന്നില്ല. കാരണം ഈ ലോകശക്തികൾ അതിനെതിരായിട്ട് പോരാടുകയാണ്. മറിച്ച് നിങ്ങൾ എത്രത്തോളം ദൈവ
നിങ്ങൾ തൽപരരായിരിക്കുന്നുവോ, വിശ്വസ്തരായിരിക്കുന്നുവോ, അത്രത്തോളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന മനോഭാവത്തിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അതേ മുന്നോട്ടുള്ള പ്രയാണം. ഇനി നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ഉസിയാവിന്റെ അപ്പനായ അമസ്യാവിനുണ്ടായ ഒരു അനുഭവം അതിന്റെ പുറകത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിട്ട് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് ഞാൻ പറയുന്ന ആ വാക്യം ഞാനെങ്കിലും ഒന്ന് വായിക്കണം. 2 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അമസ്യാവ്, അതായത് ഉസിയാവിന്റെ അപ്പനായ അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ ഈ ഗുണം വരാനുള്ളവർ അധികം വാക്യങ്ങളൊന്നും വായിക്കണ്ട, സകലം വായിക്കാനും കാര്യം ബാക്കി ഒന്നുകൂടെ വായിച്ചാൽ ഒരു പ്രാവശ്യം കൂടെ അതിന്റെ അർത്ഥം നിൽക്കട്ടെ. അതൊരു പ്രത്യേക കാലമാണ്, അതൊരു മൈൻകുറ്റിയാണ്. അവിടെ മുതൽ ഏതാണ് സംഭവിക്കുക? അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കാലം മുതൽ അവന്റെ കാലക്കേട് ആരംഭിച്ചു. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ എന്ന് പറഞ്ഞാൽ അവന്റെ ശത്രുക്കൾ, അമസ്യാവിന്റെ ശത്രുക്കൾ ഇതുവരെ അവർക്ക് ഇവന്റെ നേരെ കയറി വരുവാൻ സാധ്യമല്ലായിരുന്നു. കഴിഞ്ഞ രാത്രി പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്റെ പ്രിയൻ ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു തോട്ടമുണ്ടാക്കി വേലി കെട്ടി. സാത്താൻ യോബിനെ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഒരു തടസ്സം കാണുന്നു, ഒരു ഫെൻസിങ് കാണുന്നു, ഒരു വേലിക്കെട്ട് കാണുന്നു. അതിൽ എഴുതി വെച്ചിരിക്കുന്നു ദൈവം കെട്ടിയതാണ്. അത് പൊളിക്കാൻ സാത്താന്റെ കൈകൾക്ക് ബലമില്ലായിരുന്നു. എന്നാൽ ദൈവം തന്നെത്താൻ വേലി പൊളിക്കുമെന്ന് കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു. അത് പൊളിച്ചാൽ ആ വിളവിന് അയ്യോ കഷ്ടം. അമസ്യാവ് ദൈവത്തോട് ചേർന്നിരുന്ന അത്രയും കാലം അവന്റെ ശത്രുക്കൾക്ക് അവന്റെ നേരെ വരുവാൻ കഴിഞ്ഞില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതെന്റെ ജനമേ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. എന്നാൽ അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഖീശിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഖീശിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. കഷ്ടം. അവനെ യഹോവയെ വിട്ടുമാറി അവൻ മുൻപോട്ട് പോയതിനാൽ ശത്രുക്കൾക്ക് ഒരു പഴുത് കിട്ടി. അവർ അവന് വേണ്ടി ഗൂഢാലോചന നടത്തി. അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഇവന് അവന്റെ ബുദ്ധിയുടെ തന്ത്രമായിരുന്നു പ്രയോഗിക്കുന്നത്. ശത്രുക്കൾ അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവനൊരു ഒറ്റ ഓട്ടം, എന്റെ ശത്രുക്കൾ മിടുക്കാനെ പിടിക്കട്ടെന്ന് പറഞ്ഞ് ലാഖീസിലേക്ക് ഒരൊറ്റ ഓട്ടം. ശത്രുക്കൾ എന്ത് ചെയ്തു? എത്തിയിട്ട് അവർ അവനെ കൊന്നുകളഞ്ഞു. പണ്ട് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഈ വേദപുസ്തകത്തിലെ യോനായെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ സെമിനാരിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അദ്ദേഹം പറഞ്ഞു, ഈ യോനയോട് ഒരിക്കല് ദൈവം പറഞ്ഞു, നീ ഇന്നടുത്ത് പോയി പ്രസംഗിക്കാൻ. എവിടെയാണ്? നിനവയിൽ. അതൊക്കെ ചെയ്താൽ മതിയാകും. ഉടനെ യോന എന്ത് ചെയ്യുമെന്നറിയാമോ? യോന അതിന്റെ കോൺസിക്വൻസസ് എല്ലാം ചിന്തിച്ചു. അവിടെ ചെന്ന് ആ അരിഹക്കാരനായ രാജാവിനോട് കയറി ദൈവകാര്യം പറഞ്ഞാൽ അയാൾ പിടിച്ച് എന്നെ ഉപദ്രവിക്കും, എന്നെ കൊല്ലും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ ദൈവത്തിന്റെ അടുക്കൽ ചേർന്ന് നിന്നിട്ടല്ലേ ദൈവം തമ്മിലാൻ കൂടെ ഇങ്ങനെ പിടിച്ചു പോയി പ്രസംഗിക്കണം എന്നൊക്കെ ഈ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മാറി നിന്നേക്കാം എന്ന് വിചാരിച്ചാണെങ്കിൽ എന്നറിയാമോ? അയാൾ അന്വേഷിച്ച് ഇവിടുന്ന് ദൂരോട്ട് പോകുന്ന വാഹനം വല്ലതും ഉണ്ടോ? ഉടനെ ആരാണ്ട് പറഞ്ഞു, തർശീസിന് പോകുന്ന ഒരു കപ്പലുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ ചെന്ന് ആ കപ്പലെ കയറി ചാക്കേട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ച്, കൂലിയും കൊടുത്തില്ല, പൈസലോ ചരക്കിനിടയിൽ കയറി ഇങ്ങനെ കിടന്നു. ആരെങ്കിലും ഇയാളോട് ചോദിക്കാന്നിരിക്കട്ടെ, യോന നീ എന്തിനാണ് വന്ന് കിടക്കുന്നത്? അതെ, ദൈവം കണ്ടുപോയാൽ ഉടനെ ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ ആ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. അത് എങ്ങോട്ടാ പോകുന്നത്? ഈ കപ്പൽ എങ്ങോട്ടാ പോകുന്നത്? തർശീസിലോട്ട്. അവിടെ ചെന്നാലോ? അവിടെ ചെന്നാലേ ദൈവനെ കാണുക. ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അവസാനം നിങ്ങൾക്കറിയാമല്ലോ,
ഭയങ്കരമായ തിരമാല ഉയർന്ന സമയത്ത് കപ്പലിലുള്ള ആളുകളെല്ലാം കൂടെ കൂടി നിലവിളിച്ച് അവസാനം ഈ കപ്പലിനകത്ത് കയറിയ ആളുകളുടെ എല്ലാം കൂടെ പേരെഴുതി ചീട്ടിട്ടു. ആരുടെ നിമിത്തമായി ഉണ്ടായതെന്ന് അവരന്വേഷിച്ചപ്പോ ഒരുത്തന്റെ പേര് കിട്ടി. ആ ഡെക്കിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ ഒന്നും പേരല്ല. ഇടാ എല്ലാവരും ഇവിടെ ഉണ്ട്. അവിടെ എല്ലാം പേരും പറഞ്ഞു. ഇത് വേറൊരുത്തന്റെ പേരാ. ഇനി എവിടെയാ ആടിയിരിക്കുന്നത്? അവസാനം കാർഗോയി കയറി ചെന്ന് നോക്കിയപ്പോ അതിന്റെ ഇടയിൽ ഒരുത്തങ്ങള് അവനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന് പരസ്യമായിട്ട് അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു ഡസൻ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചത്. നീ ആര്? നീ എവിടുന്നുകാരൻ? എവിടുന്ന് വരുന്നു? ഏത് ജാതിക്കാരൻ? തൊഴിലെന്ത്? ആകപ്പാടെ കാര്യങ്ങൾ അവതാരത്തിലാക്കിയ ചോദ്യം കിടന്നുറങ്ങ. എന്റെ ദൈവമേ, അവനോട് ചോദിച്ചപ്പോൾ അവന്റെ പാരമ്പര്യം പറഞ്ഞു കേൾക്കണം. ഇതുപോലെ നമ്മുടെ അവസ്ഥ. കാര്യങ്ങൾ മുഴുവൻ കിഴക്കാൻ പാടി മറിച്ചിട്ടേച്ച് നടക്കുകയാണെങ്കിൽ ആരെയും ചോദിച്ചാവുന്നേ പാരമ്പര്യം എന്തോ പറച്ചില്. ഞാൻ ആരാന്നറിയാമോ? ഞാൻ കടലും കരയും ഉണ്ടാക്കി യഹോവയെ വഹിച്ചു വരുന്നു. എബ്രായനാ പറയാ. അപ്പൊ ഇവന്റെ ദൈവം കടലും കരയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ കപ്പലിലുള്ള ആളുകളെല്ലാം ഓരോ ലോക്കൽ ബോർഡിനെ ഭരിക്കുന്നവരാ. ഓരോ കൊച്ചു സ്ഥലത്തിന്റെ, ഓരോ ദ്വീപിന്റെ, ഓരോ പട്ടണത്തിന്റെ, ഓരോ ഗ്രാമത്തിന്റെ ഒക്കെ ദൈവങ്ങളെയാണ് ഇതൊക്കെ എല്ലാം സേവിക്കുന്നത്. എന്നാൽ ഈ ഒരുത്തം മാത്രം പറയുന്നത് കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെയാണ് ഭരിക്കുന്നത്. ഉടനെ ആ കപ്പലിൽ യാത്ര ചെയ്ത ആളുകൾ അവനോട് ചോദിച്ചു കേൾക്കണോ, നീ എന്തിനാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? എടാ, കടലും കരയും ഉണ്ടാക്കി യഹോവയെ ഭരിക്കുന്ന നീ ആ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ കൂടെ എന്തിനാ പോയത്? അതാ ചോദ്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ യോനായുടെ ചിന്താക്കുഴപ്പത്തിന് മറുപടി പറയുന്നത് 139 സങ്കീർത്തനക്കാരനാണ്. എന്താണെന്നറിയാമോ? ഓ, ഞാൻ നിന്റെ തിരുസന്നിധി വിട്ട് എവിടെ പോയി ഒളിക്കും? ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ പിടിക്കും. ഞാൻ ഇരുട്ടിൽ ഒളിക്കാമെന്ന് വെച്ചാൽ ഇരുൾ പോലും നിനക്ക് മറവായിരിക്കയില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. ഹല്ലേലൂയ. ഇവിടെ അമസ്യാവിന് പറ്റിയ പറ്റെന്താന്ന് ചോദിച്ചാൽ, അമസ്യാവ് ദൈവത്തെ വിട്ട് നടക്കുന്ന സമയത്ത് ശത്രുക്കളവനെ പിടിക്കാൻ വന്നപ്പോൾ അവൻ ദൈവത്തിന് കീഴടങ്ങേണ്ടതിന് പകരം, ദൈവത്തോട് യോജിക്കേണ്ടതിന് പകരം അവൻ സ്വന്തം പരിശ്രമത്താൽ രക്ഷപ്പെടുവാനായിട്ട് ലാഖീശിലേക്ക് ഓടി. എന്നാൽ ശത്രുക്കൾ ഓടി വന്ന് അവനെ പിടിച്ചു. അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് നമ്മുടെ ജനങ്ങളൊന്നും പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങളുടെ ഉൽപ്പത്തി നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നമ്മൾ ദൈവസന്നിധി ക്രമപ്പെടുത്തുമ്പോ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വീട്ടിൽ ആകേണ്ടതുപോലെ ആകുമ്പോൾ നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെടുകയാണ്. ഒരു ഉദാഹരണം, ഒരു സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്യം എന്റെ മനസ്സിൽ വരുന്നു. നിങ്ങൾ ആ വാക്യം കണ്ടുകൊണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ഹല്ലേലൂയ. തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവൻ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. ദൈവസന്നിധിയിൽ ക്രമപ്പെടുകയല്ലാതെ വേറെ രക്ഷമാർഗമില്ല. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഈ അപ്പന്റെ അനുഭവം കണ്ടിട്ട് പോലും ഉസിയ രാജാവിൽ നിന്ന് പാഠം പഠിച്ചില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ ഉസിയ രാജാവിനെ പഠിപ്പിക്കുവാൻ ഒരു നല്ല ട്യൂട്ടർ ഉണ്ടായിരുന്നു, സിക്കറിയാവ്. അവൻ ഇവനെ ഉപദേശിച്ച കാലത്തോളം അവൻ ദൈവഭയത്തിൽ ജീവിച്ചു. ദൈവഭയത്തിൽ ജീവിതത്തോളം ദൈവന് അനുഗ്രഹം നൽകുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ ഒരു ആളിന്റെ ചരിത്രം ഓർക്കുന്നുണ്ട്. വളരെ ഉണ്ട്. ഒരാൾ ദാവീദിന്റെ മകനായ ശലോമോനും ചെറുപ്പത്തിൽ വളരെ കൃപയിൽ വളർത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷന്റെ കാര്യം പ്രസംഗിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കാര്യമല്ല, സയന്റിഫിക് എഡ്യൂക്കേഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്പിരിച്വൽ എഡ്യൂക്കേഷന്റെ കാര്യമാണ്. ദൈവം ശ്രദ്ധിക്കണം. ശലോമോൻ ഒരു ബാലകനായിരിക്കുമ്പോൾ ദൈവത്തിന് സ്വന്തം അവന് ട്യൂഷൻ കൊടുത്ത ആ ദൈവദാസന്റെ പേരാരെങ്കിലും ഒന്ന് പറയാമെങ്കിൽ അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ യാതൊരു സമ്മാനവും ഇല്ല. ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നേ.
നാഥാൻ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ശലോമോനെ ദൈവഭയത്തിൽ വളർത്തുവാൻ ഒരു ട്യൂട്ടറായിട്ട് ചെന്നയാള് നാഥാൻ പ്രവാചകനാണ്. നാഥാൻ പ്രവാചകന്റെ കീഴിൽ അവന് ലഭിച്ചതായ അഭ്യസനം അവനെ പ്രാർത്ഥനാ ജീവിതമുള്ളവരും ദൈവത്തെ അന്വേഷിക്കുന്നവരും ഒക്കെ ആക്കി തീർത്തു. ഹല്ലേലൂയ. നാം അൽവശം കൂടെ പറയേണ്ടിയിരിക്കുന്നു. നാലാം പ്രവാചകൻ എന്നാലും കൂടെ കാണുകയല്ല കേട്ടോ. അവൻ പഠിപ്പിച്ചേക്കങ്ങ് പോകും. ബാക്കി കാര്യങ്ങള് മറ്റൊരായി കഴിയുമ്പോൾ നീ തന്നെ തീരുമാനിച്ചോണം. ഈ രണ്ട് വാക്യങ്ങള്, പ്രസിദ്ധമായ രണ്ട് വാക്യങ്ങൾ ശലോമോൻ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തേത് ഒരു മനുഷ്യന്റെ ടീനേജ് കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് അത് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ, ബാക്കി നിങ്ങൾ തന്നെ അങ്ങ് പൂരിപ്പിച്ചത്, എന്റെ ജോലി കുറച്ച് തരട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അഭ്യസനത്തിന് വലിയൊരു ശക്തിയുണ്ട്. നടക്കേണ്ടുന്ന വഴി എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് കേട്ടോ. ഇന്ന് അനേകരും നടക്കുന്ന വഴിയാണ്. വേദത്തിൽ പറയുന്നത് നടക്കേണ്ടുന്ന വഴിയാണ്. പ്രോപ്പർ വേ. നിങ്ങൾ പോകേണ്ട ഒരു വഴിയുണ്ട്, ദൈവം നിശ്ചയിച്ച ഒരു വഴിയുണ്ട്. ഹല്ലേലൂയ. ആ വഴിയിൽ ഒരാൾ യാത്ര ആരംഭിക്കുമ്പോൾ അയാളുടെ ഗാർഡിയൻസ് എന്ത് ചെയ്യണം? ആ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. വേദോസത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ബാലൻ നടക്കുന്ന വഴിയിൽ അവൻ വിട്ടേക്കുക എന്നല്ല. ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ വിട്ടേക്കുക എന്നല്ല വേദോസത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. എന്നാ പറയട്ടെ, മാതാപിതാക്കന്മാർ എന്നും കൂടി ഇരിക്കുകയില്ല കേട്ടോ. അത് കുറെ കഴിയുമ്പോൾ അങ്ങ് പോകും. നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകന്മാരോ ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളോട് പ്രസംഗിച്ച ഉപദേശിമാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ബാക്കി കാര്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കൊരു തീരുമാന ശക്തി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മച്ചുവറായി കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ബാക്കി ഭാഗം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അത് അപ്പനും അമ്മയും ചെയ്യുന്ന കാര്യമല്ല, നീ ചെയ്യുന്ന കാര്യമാണ്. അവിടെ മുതൽ നിന്റെ ഉത്തരവാദിത്വമാണ്. അതിന്റെ പുറകിലോട്ടുള്ളത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ മാതാപിതാക്കന്മാരോട് പറയുന്നത്, ഒരിക്കലും കുഞ്ഞുങ്ങളെ നടക്കുന്ന വഴിയിൽ കൂടെ വിട്ടേക്കരുത്. ആരാണ് ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ വിട്ടേക്കുക, കുറച്ച് കഴിയുമ്പോൾ അവൻ കടാരിയുമായിട്ട് തിരിച്ചു വരും. നടക്കുന്ന വഴി ഞാൻ വിട്ടേക്കാം. എന്നാൽ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാമെങ്കിൽ അവൻ നിനക്ക് സമാധാനപുത്രനായി മടങ്ങി വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്. അതായത് ഈ ലോകം വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും തലമുറ വഷളായി നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. സമാധാനം കണി കാണാനില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു ജനിച്ചപ്പോൾ ആ കൊച്ചിന്റെ മുഖശ്രീ കണ്ട് ആ കൊച്ചിന്റെ പിതാവായിരിക്കുന്ന ആത്മീയനായ ലാമേക്ക് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തികളിൽ ഇവൻ നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോഹ എന്നർത്ഥമുള്ള ആശ്വാസം എന്നർത്ഥമുള്ള നോഹ എന്നവന് പേർ വിളിച്ചു. അടുത്ത തലമുറയെ ആശ്വസിപ്പിക്കണോ? കുഞ്ഞുങ്ങൾ ആശ്വാസമായി തീരണമെങ്കിൽ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കണം. ദൈവവചനം ജീവനോ
സമ്മേളനത്തിൽ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൃപ്തൻ. കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുന്ന മാതാപിതാക്കളെ, സെക്കറിയാവിന്റെയും 4-ാം പ്രവാചകന്റെയും ജോലി ഏറ്റെടുത്തിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ധന്യരാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. പറയുമ്പോൾ ചില കൊച്ചു സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ ഇടയ്ക്ക് എവിടെയോ ഞാൻ താമസിച്ച വീടുകളിലൊക്കെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. അത് കേൾക്കാത്ത എനിക്ക് വേണ്ടി ഞാൻ പറയാം. എനിക്ക് കേരളത്തിലുള്ള ഒരു വീടറിയാം. ഒട്ടുപേര് പറയില്ല. വലിയൊരു അറിയപ്പെട്ട ഒരു വീടാണ്. റിച്ച് ഫാമിലിയാണ്. അവിടെ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ആ വീട്ടിലെ ഒരു സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ദൈവഭക്തി എന്ന് പറയുന്നത് വലിയ പോയി നെയിംസേക്കാണ്, വെറുതെ ക്രിസ്ത്യാനികളെന്ന് പേര്. ആ വീട്ടില് ഒരു വലിയ ബിരുദധാരിയായ ഒരാളിന്റെ ഒരു കൊച്ചു പെൺകുട്ടി, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം തോന്നുമായിരിക്കും. ആ കൊച്ചു പെൺകുട്ടിയെ അതിന്റെ അമ്മ, ധിക്കാരിയായ അമ്മ, അവൾ വളരെ പരിഷ്കൃത വനിതയാണെന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ പറയുന്നത്. ഒരു ഫാഷൻ ലേഡിയാണ്. ദൈവഭയം എന്ന് പറയുന്ന വഴിയെ പോയിട്ടില്ല. 5 or 6 വയസ്സ് പ്രായമുള്ള ഈ പെങ്കൊച്ചിനെ ഈ തള്ള പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആര് വീട്ടിൽ വന്നാലും ചീത്ത പറയാം. ഒരു പ്രത്യേക ട്രെയിനിങ്ങാണ് അത് കൊടുത്തിരിക്കുക. ഇങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ എനിക്ക് നേരിട്ട് അനുഭവം. ഞാനന്ന് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതോ ഒരു ആവശ്യത്തിന് ഈ വീട്ടിലൊന്ന് ചെല്ലേണ്ടതായിട്ട് വന്നു. ഇതിലോ ഞാൻ ചെന്നുള്ള ഈ കൊച്ച് ഇറങ്ങി എന്റെ അടുക്ക വന്നു. എന്നെ നോക്കിയിട്ട് ആ പതിവിൻപടിയുള്ള 2-3 ചീത്ത പലരെയും വിളിച്ചതാണ്. എനിക്കും ഉള്ള വീതം ഓർക്കാപ്പുറത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലായി. ഈ കൊച്ചിനോട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതൊക്കെ ആണെങ്കിലും ആദാമ്യ പ്രകൃതിയുടെ ഒരു ചെറിയ അംശം എന്റെ അകത്ത് കിടപ്പുണ്ടാകുന്നതുകൊണ്ട് ഞാൻ ആ കൊച്ചിനെ അടുക്ക വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ വിളിച്ചതില്ലേ ഡാഡിയുടെ പേരാ, എന്റെ പേര് വേറെയെന്ന് പറഞ്ഞു. ആ കൊച്ചിന്റെ ജീവിതത്തിലെ പുതിയ അധ്യായമാണ്. കൊച്ചകത്തോട്ട് പുറത്ത് പോന്നു മമ്മിയോട് പറയാനായിട്ട്. ഞാൻ ആ സമയത്ത് കൊണ്ട് ഞാൻ വീട്ടിൽ ഞാൻ ഓർത്ത് എന്റെ ദൈവം എന്തിനാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ആരെങ്കിലും ആളുകൾ വീട്ടിൽ വന്ന അവനെ അങ്ങനെ പഠിപ്പിക്കും. അങ്ങനെയുള്ള അമ്മമാരാരും ഇവിടെ ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വീടുകളിലുണ്ട്. ഞങ്ങളൊക്കെ പല വീടുകളിൽ പോകുന്നവരാ. ചില വീട്ടിൽ ചെല്ലുമ്പോ ചില കൊച്ചു പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചില അമ്മമാര് പറയുന്നത് കേൾക്കാം, ഈ മോന് ഇന്ന് രാവിലെ ഹല്ലേലൂയ പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. അയ്യോ, അത് കേൾക്കുമ്പോ എന്തോ ഒരു സന്തോഷം. വേറെ ചില അമ്മമാര് പറയുന്നത് കേൾക്കാം, അവൻ ഇന്നത് പറഞ്ഞു, ചീത്ത വിട്ടുക്കനോ അവൻ അത് പറഞ്ഞു. അതിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കളും ദൈവഭയത്തിൽ വളർത്തുവാൻ തന്നെ എന്തിനാ പറയുന്നത്? ദൈവം ഉണ്ടേലല്ലേ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകും. ഇല്ലാത്ത എങ്ങനെ കൊടുക്കാൻ വെക്കുന്നത്? അറിയാമില്ലാത്ത എങ്ങനെ പഠിപ്പിക്കുന്നത്? എന്റെ മാതാപിതാക്കന്മാര് 2 പേരും അതെ നിർദോഷികളായി ആണെങ്കിൽ തന്നെയും എന്റെ അമ്മ വിശേഷ ദൈവഭക്തിയുള്ള ഒരു മാതാവാണ്. ആ അമ്മയുടെ കണ്ണുനീരും അമ്മയുടെ പ്രാർത്ഥനയും ഒരു പടി കൂടെ കഴിഞ്ഞ് പറയട്ടെ, അമ്മയുടെ നേർച്ചയും ഒക്കെ എന്നെ ഇവിടെ എത്തിച്ചത്. എന്റെ അമ്മ എനിക്ക് വേണ്ടി നേർന്നത് പട്ടക്കാരനാക്കിയേക്കാവുന്ന. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനൊരു പരിപാടിയുണ്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായിട്ട്. അതുകൊണ്ട് ദൈവം അമ്മ ചോദിക്കാത്ത ഒരു ഭാഗം കൂടെ കൊടുത്തു. അതിന്റെ 2ാം പടിയിലാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്നവരെ ഇന്ന് രാത്രി നിങ്ങൾക്കിത് ഓർമ്മ കുറിപ്പായി ഞാൻ സമയത്തെ കൂടെ മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് 26-ാം അധ്യായത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. 2-26-26 അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ 5-ാം വാക്യം വരെ നമ്മൾ വായിച്ചു തീർത്തു. അതായത് അവൻ ദൈവഭയത്തിൽ സെഖര്യാവ് അവനെ അഭ്യസിപ്പിച്ചു.
ആ കാലം വരെയും അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ച കാലം വരെയും ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇനി താഴോട്ട് വളരെ വാക്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ സാമ്പിൾ 2-3 വാക്യങ്ങൾ വായിക്കാം. എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് 6-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. അവൻ പുറപ്പെട്ട് പെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. ഗത്തിന്റെ മതിലും യബ്നയുടെ മതിലും അസ്തോസിന്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോസ് നാട്ടിലും പെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ദൈവം ഫെലിസ്ത്യർക്കും ഗൂർബാലിൽ പാർത്ത അരാബ്യർക്കും മെയൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. ഇനി താഴോട്ട് നിങ്ങൾ വായിച്ചു ചെല്ലാമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയതായ ഫിസിക്കൽ വിക്ടറീസ്, അവന് കിട്ടിയതായിട്ടുള്ള വിജയങ്ങൾ, ഐശ്വര്യങ്ങൾ, നേട്ടങ്ങൾ, ഇതിന്റെ ഒരു നിരയാണ് അവിടെ താഴെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന ദൈവം അവനെ സഹായിച്ചു. ശത്രുക്കൾക്കെതിരെ ദൈവം അവനെ സഹായിച്ചു. അവൻ ചെന്നിടത്തെല്ലാം ശത്രുക്കൾ അവന് കീഴടങ്ങി. അവൻ ശത്രുക്കളെ ഓടിച്ചു. അവൻ ശത്രുക്കളുടെ അതിർത്തികൾ കടത്തി കയറി പട്ടണങ്ങൾ പണിതു. ദൈവം തമ്പുരാൻ ഒരുത്തൻ അനുകൂലമായിരിക്കുകയാണെങ്കിൽ ശത്രു ഒന്നും ഒരു പ്രശ്നമല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്നാൽ ഞാൻ പഴക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, പിന്നെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുമെന്നാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് കാര്യം പറയട്ടെ, ദൈവകൃപ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ആരെങ്കിലും അതിനെ ചെറിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പൊളിച്ചെല്ലാം. ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പ്രകൃതി എനിക്കുണ്ട്. ഞാനും ഈ ചാക്കോസാറിന്റെ കാര്യം പറഞ്ഞ രാത്രി കിടന്ന് പുസ്തകത്തൊക്കെ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥ അതിൽ നിന്ന് കിട്ടി. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു ദൈവഭക്തനായ ഒരു രാജാവ് ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു, ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ട് ഈ രാജാവ് തോറ്റുപോയി. തോറ്റിട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഓടുകയാണ്. ഒരു കുന്നിനെ ചുറ്റി ഇങ്ങനെ ഓടുകയാണ്. ശത്രുക്കൾ അശ്വാരൂഢന്മാരായ അവ ആളുകൾ, കുതിരപ്പുറത്ത് വാളേന്തിയതായ ശത്രുക്കൾ അവന്റെ പുറകെ അവനെ പിൻപറ്റുകയാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അയ്യോ, ഞാൻ ഇപ്പൊ പിടിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അവനിങ്ങനെ ഓടുമ്പോൾ പെട്ടെന്ന് അവൻ നോക്കിയപ്പോൾ ആ ഗുഹയുടെ ഒരു ഭാഗത്ത്, അല്ലെ ആ കുന്നിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വിള്ളൽ കണ്ടു. ഒരാൾക്ക് കഷ്ടിച്ച് കയറി ഇരിക്കാവുന്ന ഒരു വിള്ളൽ കണ്ടു. അന്നേരത്തെ പാരവേശത്തിനിടയ്ക്ക് അവൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കേറി. ഓടിക്കേറിയപ്പോൾ അതിനകത്തൊരു വലിയ വിസ്താരമുള്ള ഒരു ഗുഹയാണ്. അവനതിന്റെ ആ ഉള്ളിലേക്ക് അങ്ങ് പോയി. അവൻ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഈ ഗുഹയുടെ വാതിൽക്കൽ കൂടെ കുതിരക്കുളമ്പടികളുടെ ശബ്ദം കേട്ടു. കാരണം അവന്റെ പുറകെ വന്ന പട്ടാളക്കാര് അതിവേഗം വരികയാണ്. വരുമ്പോൾ ഇവൻ കയറി ഒളിച്ചവരെ അവർ അറിയുന്നില്ല. അവര് ഈ ഗുഹയുടെ മുഖത്തുകൂടി അവരിങ്ങനെ ഓടിച്ചു പോവുകയാണ്. അവർ ഈ കുന്നു ചുറ്റി 1-2 റൗണ്ട് ഓടിയതിനു ശേഷം അവർ തമ്മിൽ പറഞ്ഞു, ആ മനുഷ്യൻ എവിടെ പോയി? കാണുന്നില്ലല്ലോ. നമ്മളിപ്പോ വെറുതെ 5-6 വലം വെറ്റിയിലൊക്കെ നടന്നു, അതിലെന്നും എവിടെ പോയെന്ന് ഒരു പിടിയുമില്ല. അത് നിന്നപ്പോഴാണ് എവിടെ മറഞ്ഞുപോയി. എന്ത് സംഭവിച്ചു? ഒടുവില് അവരിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഈ ഗുഹയുടെ അടുക്ക വരികയാണ്. ശ്രദ്ധിക്കണം, ഈ ആളുകളുടെ ഷൂസിന്റെ ശബ്ദം, പട്ടാളക്കാരുടെ ഷൂസിന്റെ ശബ്ദം ഈ രാജാവ് ഇരിക്കുന്ന ഗുഹയുടെ വെളിയിൽ കേൾക്കുകയാണ്. അപ്പോഴേ രാജാവ് ഒതുക്കെ ചങ്കത്ത് കൈവെച്ചെന്റെ ദൈവമേ, മരണവും ഞാനുമായിട്ട് ഒരടി മാത്രമേ ഇനി അകലെ ഉള്ളൂ. അവർ ഈ ഗുഹ കണ്ടുപിടിക്കും, എന്നെ അകത്ത് കയറി പിടിക്കും. അതുകൊണ്ട് രാജാവ് തന്റെ അവസാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറയുന്നു, ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, അയാൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ട്. അല്ല, അതായത് പോകാൻ നേരമായിട്ടില്ല, പോയാൽ നമുക്ക് കാണാം. എന്നാ എവിടെ ഒളിച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ സംഭാഷണം നടക്കാം. ഉടനെ ഒരാൾ പറയുന്നു, നമ്മുടെ അടുത്തൊരു ഗുഹ കാണുന്നു. രാജാവിന്റെ ചങ്കിന്റെ ഇടിപ്പ് ചെവി കേൾക്കാം. ഗുഹ കണ്ടെത്തി, പട്ടാളക്കാർ ഗുഹ കണ്ടെത്തി. ഇനിയും അങ്ങോട്ട് കയറുന്ന താമസമേ ഉള്ളൂ, മരണമായിട്ട് ഒട്ടും അകലില്ല. പട്ടാളക്കാരകത്തോട്ട് കയറി വരുന്നത് കാണുവാൻ ആ ഭയങ്കര മുഹൂർത്തത്തെ അഭിമുഖിക്കാനായിട്ട് രാജാവ് ഇങ്ങനെ ഭയത്തോടെ ഒരുങ്ങിയിരിക്കുമ്പോൾ വെളിയിൽ പിന്നെ ഒരു പട്ടാളക്കാരൻ പറയാണ്,
ഇതിനകത്ത് കയറി ഇരിപ്പുണ്ടെന്നോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് വേണേൽ കയറി നോക്ക്, ഞാൻ എന്നും വരുന്നില്ല. പിന്നെ മറ്റുള്ള പട്ടാൾക്കാർ ചോദിച്ചാൽ എന്താ? മനുഷ്യനായ ബുദ്ധി വേണം. ചുമ്മാ വല്ലതും പറഞ്ഞാലൊക്കെ ഇല്ല. അതെന്തുവാ? ഞാൻ രാജാവ് ഇതിനകത്ത് കയറിയിട്ടില്ലെന്ന്. കാരണം നിങ്ങൾ നോക്കിയപ്പോ ആ ഗുഹയുടെ വാതിൽ മുഴുവൻ കവർ ചെയ്ത് ഒരു ചരന്തി വര. സയൻസ് പഠിച്ചുള്ള ആളുകൾക്കറിയാം, കോമൺ സെൻസ് ഉള്ള ആളുകൾക്കറിയാം, ഒരു മനുഷ്യൻ ഓടിക്കേറുകയാണെങ്കിൽ ആ ഗുഹയുടെ വാതിലെ ചരന്തി വര ഒരിക്കലും അവിടെ നിൽക്കുകയില്ല. ഇയാൾ തന്നെ മിടുക്കനായി പറഞ്ഞ ആൾ. രാജാവ് ഇതിനകത്ത് കയറിയിട്ടില്ലെന്നുള്ളതിന്റെ തെളിവ് ആ ഗുഹയുടെ മുഖം, അതിന്റെ വാതിലടച്ച് ഇതാ ഒരു ചിലന്തി വല വിടർന്നു നിൽക്കുന്നു. ഓ, അപ്പൊ എല്ലാവരും കൂടെ നോക്കിക്കണ്ടു, ശരിയാ. ഓ, പിന്നെ വെറുതെ മെനക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് ആൾ കയറിയിട്ടില്ലെന്ന്. അങ്ങനെ അവർ ഇതിനകത്ത് കയറാതെ അകന്നകന്നകന്നകന്ന് പോയി. ഈ ഷൂസിന്റെ ഈ ശബ്ദം ഇങ്ങനെ അകന്നകന്നകന്നകന്ന് പോകുന്നത് രാജാവിനകത്തിരുന്നുകൊണ്ട് കേൾക്കുകയാണ്. അവസാനം അവരുടെ ശബ്ദം തീരെ ഇല്ലാതായപ്പോൾ അവരങ്ങ് വളരെ ദൂരെ ഓടിച്ചു പോകുന്ന കുളമ്പടികളുടെ ശബ്ദം രാജാവ് കേട്ടു. ഒടുവിൽ രാജാവ് ഈ ഗുഹയുടെ വാതിക്കലോട്ട് വന്നു. ദൈവമക്കളെ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. കാരണം രാജാവ് ഈ ഗുഹയ്ക്കകത്ത് 2-3 മണിക്കൂർ മുമ്പേ കയറുമ്പോൾ ഇങ്ങനൊരു സാധനം ഇവിടെ ഇല്ലായിരുന്നു. രാജാവ് ഇതിനകത്തിരിക്കുന്ന ആ സമയം കൊണ്ടൊരു ചിലന്തി വന്ന് ഈ വല കെട്ടിയതാണ്. രാജാവ് ഈ ചിലന്തി വല നോക്കിയിട്ട് പറഞ്ഞ ഒരു വാചകം കേൾക്കണം നിങ്ങൾക്ക്. അതാ എന്നെ കൂടുതൽ ആകർഷിച്ചത്. ദൈവം ഒരു മനുഷ്യന് അനുകൂലമായിരിക്കുമ്പോൾ ഒരു ചിലന്തി വല ഒരു ഉരുക്ക് കോട്ട പോലെ അവനെ സൂക്ഷിക്കും. ദൈവം ഒരു മനുഷ്യന് പ്രതികൂലമായിരിക്കുമ്പോൾ ഒരു ഉരുക്ക് കോട്ട ഒരു ചിലന്തി വല പോലെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തലമുറകളെ പഠിപ്പിക്കുന്നവരെ, നിങ്ങൾക്ക് ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ വളരെ ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് ഭാഗ്യമായി. ഞാൻ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഞാൻ ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് ഒരു കുറവേ പറ്റിയിട്ടുള്ളൂ. വലിയ കുത്തുകേസിന്റെ കൊലപാതകത്തിന്റെ ഒന്നും സാക്ഷ്യം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ ഭാഗ്യമായി. മാരകമായ പാപങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള അത് ഗാഥകളൊന്നും സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനായി ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും എനിക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. ഞാൻ എല്ലാവരുടെയും ഒരു ഫ്രണ്ടായിരുന്നു. എൻ്റെ അധ്യാപകന്മാരുടെയും അതുപോലെ തന്നെ എൻ്റെ സഹവിദ്യാർത്ഥികളുടെ എല്ലാം ഒരു സ്നേഹിതനായിരുന്നു. പക്ഷെ എനിക്ക് പ്രത്യേക കൂട്ടുകെട്ടൊന്നും ഇല്ല. കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ അതെനിക്കില്ലായിരുന്നു. ഞാൻ പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. മനഃപൂർവ്വം കൂട്ടുകാരിൽ നിന്ന് അകന്ന് ഞാൻ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു. അത് മറ്റൊന്നിനുമല്ല, എനിക്ക് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനായിട്ട്. ദൈവാശ്രയം വലിയൊരു വിഷയമാണെന്ന് എങ്ങനെ ഒരു ആശയം ദൈവം എൻ്റെ അകത്തടിച്ചു കഴിഞ്ഞു. അത് ഇന്ന് രാത്രി വരെ പോയിട്ടില്ല. അതിനേക്കാൾ വലിയൊരു വിഷയവുമില്ല. യാക്കോബായ സഭയില് ഒരു മനോഹരമായ ഗീതമുണ്ട്. ആ ഗീതത്തിന്റെ സുറിയാനി ഗീതത്തിന്റെ മലയാളത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ ചൊല്ലിക്കാം. എല്ലാം ഞാൻ പരിശോധിച്ച് ദൈവാശ്രയം അതിനേക്കായിൽ വലുതായിട്ടില്ലൊന്നും അതിൽ പ്രിയൻ താൻ ധന്യൻ. ഞാൻ എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ടും ദൈവാശ്രയത്തെക്കാൾ വലിയൊരു വിഷയമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതിൽ പ്രിയം വെക്കുന്നവൻ ഭാഗ്യവാൻ. അത് കഴിഞ്ഞിട്ട് ആ ഗീതത്തിൽ പിന്നെ താഴോട്ട് പറയുന്നത്, ഈ ദൈവഭക്തിയെ ചിലർ സ്നേഹിച്ചു. ആര്? യൗസേപ്പിനെ സ്നേഹിച്ചു. പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവൻ മിസ്രയീമിലെ മന്ത്രിയായി തീർന്നു.
മോശ ഇതിനെ സ്നേഹിച്ചു, ദൈവഭക്തിയെ തെരഞ്ഞെടുത്തു, അവൻ ജനത്തെ വിട്ടുവെച്ചു. അവൻ ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനായി തീർന്നു. ഏലിയാവ് ഇതിനെ സ്നേഹിച്ചു, ഇസ്രായേലിനെ ശാസകനായി തീർന്നു. മരണം കാണാതെ അവൻ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവഭക്തിയെ പിടിച്ചവരെല്ലാവരും ഭാഗ്യശാലികളായി തീർന്നു. അതേസമയം തന്നെ ഈ ലോകത്തിലെ ധനധാന്യങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഒരു നാടൻ പാടിയെ പറഞ്ഞാൽ മഞ്ഞളിച്ചിട്ട്. ഞാനിത് പറഞ്ഞപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്രയം എന്നു പേരുള്ള ലോക പ്രസിദ്ധനായ ഒരു സുറിയാനി പിതാവിന്റെ ആ ചരിത്രം ഓർമ്മയിൽ വരുന്നുണ്ട്. യാക്കോബായ ഓർത്തഡോക്സ് സഭയിലൊക്കെ ഉപയോഗിക്കുന്ന അനേകം ഗീതങ്ങളുടെ അതേ നിർമ്മാതാവ് മാർ അപ്രയമാണ്. ഈ അപ്രയം എന്ന് പറയുന്ന ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകഥ എന്റെ കയ്യിലുണ്ട്. ആ ജീവിതകഥ വായിച്ചു നോക്കിയാൽ അറിയാം, 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ അപ്രയം ഒന്നാം തരം ബന്ധുക്കോസുകാരൻ. തമാശ പറയല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ വരാമെങ്കിൽ ഞാൻ പുസ്തകം വായിക്കാൻ തരാം, ഇവിടെ കൊണ്ടുതരാൻ നോക്കുക. എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഈ അപ്രയമിന്റെ ജീവിതത്തിൽ അനേകം രസകരങ്ങളായ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ തന്നെ അനുയായികളോട് പറഞ്ഞു, എന്റെ റെലിക്സ് ഒന്നും നിങ്ങൾ എടുത്തു വെക്കരുത്. എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്ക് വേണ്ടി എന്റെ ശരീരത്തിന്റെയോ എന്റെ വസ്ത്രത്തിന്റെയോ എന്റെ കിടക്കയുടെയോ ഭാഗമൊന്നും പുണ്യവസ്തുക്കളായി നിങ്ങൾ എടുത്തു വെക്കരുത്. ഞാൻ വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് താനെ പറഞ്ഞ് അവരെ ഫലമേൽപ്പിച്ചു. ആ പുസ്തകത്തില് അതിന്റെ അടുത്ത പേജിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അസ്ഥികളെ അവിടുന്ന് വേറെ എടുത്തോണ്ട് പോകും. നമ്മുടെ ആളുകൾ അതിനൊക്കെ ബിരുദന്മാരാണ്. ഈ പേജിൽ പറയുന്നതിന് എതിരെ അപ്പോൾ അങ്ങനെ പേര് കാണിക്കുന്നത്. അതെല്ലാം പോട്ടെ, ഞാൻ അപ്രയത്തിനെ കുറിച്ച് പറയാൻ വരുന്ന ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ ചെന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ അപ്രയം വാസന വലിയ ദൈവകൃപയാൽ ഗാനങ്ങൾ എഴുതുന്ന ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു ഗീതം നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഞാൻ ചൊല്ലി കേൾപ്പിക്കാം. അതൊരു ഇമാജിനേഷനാണ്, ഒരു ഭാവനയിലുള്ള ഒരു ഗാനമാണ്. ആ ഭാവന എന്ന് പറഞ്ഞാൽ ഒരു അല്പം കടുത്ത ഭാവനയാണ്. അത് കേട്ടോണം. ഈ സെമിറ്ററിയുടെ അകത്തൂടെ ഒരു അന്വേഷണ യാത്ര ചെയ്തു പോകുന്ന ഒരു ഗീതമാണ്. നമ്മളൊക്കെ ഈ ശവക്കോട്ടയുടെ മുകൾ ഭാഗമല്ലേ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോ നാട്ടുപുറത്തൊക്കെ വരാറുണ്ടല്ലോ, പല സെമിറ്ററികളും കണ്ടാൽ അതിനകത്ത് കയറി താമസിക്കാൻ പോകും. ഓരോ മനോഹരമാണ്. 2 മാസം തീയതിയൊക്കെ അതിനകത്ത് എഴുതി പെയിന്റ് അടിച്ചിങ്ങനെ വീടിനേക്കാൾ മനോഹരമാക്കിയിരിക്കാൻ. അത് ബോധപൂർവ്വം ചെയ്യുന്നു തോന്നുന്നു. കാരണം ഈ വീട്ടിൽ നിന്ന് മാറുമ്പോ മിക്കവാറും അതുപോലെ നല്ലൊരു വീട് വേണമല്ലോ, അതിനായിരിക്കും കാലകൂട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഏതായാലും ഈ സെപ്പൽക്കറിന്റെ ഈ ടൂമിന്റെ ഈ സെമിറ്ററിയുടെ അന്തർഭാഗത്തൂടെ ഈ ദൈവദാസൻ ഒരു അന്വേഷണ യാത്ര ചെയ്യുന്നതായിട്ടാണ് ഈ ഗാനം. എന്ന് പറഞ്ഞാല് ഇവിടെ അടക്കിയിരിക്കുന്ന വലിയ 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 ആളുകൾക്കൊക്കെ എന്തു സംഭവിച്ചു, അവരുടെ തൽക്കാല സ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് ഇദ്ദേഹം ഈ ഭൂഗർഭത്തിൽ കൂടെ യാത്ര പോവുകയാണ്. കണ്ടേ ഞാൻ പാതാള വഴിയായി ഓമളവിൽ ചില കല്ലറകൾ. ഞാനിങ്ങനെ പാതാള ലോകത്തിന്റെ അന്തർഭാഗത്തൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ ചില കല്ലറകൾ കണ്ടു. ഞാൻ കണ്ട കല്ലറകൾ ആരുടെയാണെന്നറിയാമോ? ഉണ്ടവയിൽ തരുണീ മണികൾ, ബാലകരും ബലശാലികളും. വലിയ സൗന്ദര്യവതികളായ ആളുകളെ, സിനിമാ നടികളെ, മിസ് വേൾഡിനെ, മിസ് അമേരിക്കയെ ഒക്കെ അടക്കിയിരിക്കുന്നതായ ആ ടൂമിന്റെ ഉള്ളിൽ കൂടി അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാനായിട്ട് ഞാനൊരു യാത്ര ചെയ്തു. അതിലെ പോയപ്പോ അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നറിയാമോ? അവർ തൻ രൂപങ്ങൾ മാഞ്ഞു, ആർക്കടക വലയുണ്ടവിടെ. ആർക്കടക വല എന്ന് പറഞ്ഞാൽ ചെറുതി വല. സുന്ദരി അടക്കിയിരിക്കുന്നിടത്ത് അമ്മ സുന്ദരി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയപ്പോ ചെലന്തി വല മാത്രം അവിടെ ഇരിക്കും. വേദനയാലിതു കണ്ടാറേ സ്വന്തം അതിദുഃഖിതരായി
ദുഃഖിതനായി. ഇത് കണ്ടപ്പം ആ അപ്പുറം അവിടെ നിന്നുകൊണ്ട് പാടിയതാണ്. 12 വരി കൂടെ പാടി വെച്ചാൽ നിർത്താം. അയ്യോ ഇതുപോലെ എങ്കിൽ സുന്ദരിമാർ അഹങ്കാരമരുതേ. അത് കഴിഞ്ഞപ്പോൾ ദേശത്തെ വലിയ ധനികനെ അടക്കിയിരിക്കുന്ന ഒരു കഥ കണ്ടു. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അവിടെ ചെന്ന് നോക്കി. അയ്യോ ഇതുപോലെ എങ്കിൽ എന്തിനു നേടും രാജാവേ, ഇതാ നിന്റെ ഗതിയെങ്കിൽ നീ എന്തിനായി ഈ ലോകത്തിലായിരിക്കുമ്പോ ഇതെല്ലാം കൂടെ വാരിക്കൂട്ടിയോ? ഇത്രയും പറഞ്ഞേച്ച് താൻ വിലപിച്ചിട്ട് പോരാത്തതിന് ചോദിന് വിലാപം പാടാൻ അറിയാവുന്ന ഒരാളിനെ അപ്പുറം കൂട്ടിന് വിളിക്കുന്നുണ്ട്. അപ്പുറം ഇങ്ങനെ വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ നല്ലപോലെ വീണ വായിച്ച് വിലാപഗാനങ്ങളൊക്കെ പാടാൻ കഴിവുള്ള ദാവീദിനെ ഓർമ്മ വന്നു. ഉടനെ ദാവീദിനെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ് അതിന്റെ അവസാനം. ദാവീദേ നിൻ വീണയതിൽ ഏവം നീ പാടി പറക. അയ്യോ മനുഷ്യൻ പൂഴിയല്ലോ, തൻ ജീവൻ പുക പോലല്ലോ. ഒരുത്തന് ധനം വർദ്ധിച്ചാലും പ്രതാപം വർദ്ധിച്ചാലും അതിൽ മനമൂന്നരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 14 വയസ്സ് പ്രായമുള്ള ഉസ്സിയ രാജാവേ, നിന്റെ ചൂട്ടൽ നിന്നെ ദൈവഭക്തിയിൽ പരിചയിപ്പിച്ചതിനാൽ, നീ അതിൽ കുറെ കാലം നിന്നതിനാൽ ദൈവം നിന്നെ സഹായിച്ചു. നീ പോയിടത്തെല്ലാം ദൈവം നിനക്ക് അഭിവൃദ്ധി നൽകി. നിന്നെ ഉയർത്തിയത് ദൈവകൃപയാണെന്നുള്ളത് നീ ചിന്തിച്ചില്ല. എന്ത് ചെയ്തു? അതിന്റെ താഴെ അവന് ചെന്നിടത്തെല്ലാം പരിപടിയായി ഉയർച്ചകളും വിജയങ്ങളും ഉണ്ടായ കഥയാണല്ലോ നമ്മൾ വായിച്ചത്. എന്നാൽ നമുക്ക് ഒരൊറ്റ വാക്യം മാത്രം വായിക്കാം. 16-ാമത്തെ വാക്യം 26-ന്റെ. ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. എത്രയോ ഹൃദയസ്പർശമായ ഒരു വാക്യം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു. എനിക്കറിയത്തില്ല ഈ അധ്യായത്തിൽ പറയുന്ന വാക്യങ്ങൾ എല്ലാം കണ്ടീഷൻ എങ്ങനെ ഒപ്പിച്ചതാണെന്നറിയത്തില്ല. ബലവാനായപ്പോൾ നിഗളിച്ചു, നാശത്തിന് വേണ്ടി നിഗളിച്ചു. നഗളം വരുന്ന എപ്പോഴാണെന്നറിയാവോ? ബലവാനാകുമ്പോഴാണ്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നാശത്തിന് വേണ്ടിയാ. ദൈവവൈതലേ, നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് ബലമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചിന്തിക്കണം. പണ്ട് മുതലേ ഇത് ഉണ്ടാകുന്നതാണോ എന്ന് തിരിഞ്ഞു നോക്കണം. നീ തോക്കേലും പിടിച്ച് ചാകാറായി എന്റെ ദൈവമേ, എനിക്ക് എഴുന്നേറ്റ് എന്റെ സ്വന്തം കാര്യം മാത്രം ഒന്ന് ചെയ്യാനുള്ള ആരോഗ്യം തരണേ എന്ന് ദൈവത്തോട് നിലവിളിച്ച നാളുകളെ നോക്കൂ. ആ ദൈവം കാരുണ്യവാനാണ്. ആ ദൈവം നിനക്ക് മുണ്ടുകുത്താനും ആഹാരമായി കഴിക്കാനും മാത്രമുള്ള ആരോഗ്യമാണ് നീ ചോദിച്ചതെങ്കിൽ അവൻ ഇന്ന് നിനക്ക് യാത്ര ചെയ്യാനും വേല ചെയ്യാനുമുള്ള ആരോഗ്യം കൂടെ നൽകിയിട്ടുണ്ട്. നീ ബലവാനായിരിക്കുന്നത് നിന്റെ സാമർഥ്യമല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഇത് മനസ്സിലാക്കുന്നവർ കുറച്ചുപേരേ ഉള്ളൂ. പൗലോസ്ലീഹായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അവൻ പറയുന്നത് ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു. ഞാൻ കൊച്ചിലെ 4 പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന ആളായിരുന്നു. അത്രയ്ക്ക് ഷൈ ആയിരുന്നു. എഴുതലോ എനിക്ക് വർത്താനം പറയാൻ പോലും ശരിക്കും അറിയത്തില്ലായിരുന്നു. വിക്കൊക്കെ ഉണ്ടാകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ എന്നെ അരങ്ങത്തറക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ആളുകളെ കണ്ടില്ലേ ഉള്ളൂ എനിക്ക് വിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, എനിക്ക് നിനക്കുള്ള സകലവും ദൈവത്തിന്റെ ദാനമാകുന്നു. പണ്ടൊരിക്കല് ഒരാളൊരു ഗോപുരത്തിന്റെ മുകളിൽ കയറാനായിട്ട് ഒരു വലിയ ഗോവേണിയെ കൂടെ കയറിയതായിട്ട് എവിടെ ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. വിനോദകഥയായിരുന്നു. കോവണി ചവിട്ടി കയറുന്ന ലാരം. ഇയാൾ ഇതേ കൂടെ കയറി ഈ ഗോപുരത്തിന്റെ മുകളിൽ കയറി, ഗോവേണിയുടെ മുകളിൽ കയറി. അവിടെ കയറിയപ്പോ ഇയാൾക്ക് കാലോട്ട് നോക്കിയ ഗോവേണി കണ്ടപ്പോ ഒരു കുറ്റം പോയിരുന്നു. നീ എന്നാ ഗോവണി ഒറ്റ തൊഴി കൊടുത്തു.
ഗോവണി അങ്ങ് മാറ്റി പോകുന്നത് കണ്ടു. അത് പോകുന്ന കാണാൻ രസമായിരുന്നു. പിന്നെ ഇറങ്ങാൻ വയ്യാതെ വിഷമിച്ചു. നിന്നെ ഉയർത്തിയവർക്കുണ്ട് കേട്ടോ, അവനെ മറക്കരുത്. എന്തെല്ലാം ഉണ്ടായിരുന്നാൽ ദൈവത്തിന്റെ ദാനമാണ്. ഇത് മനസ്സിലാക്കിയ ആളാണ് 4-ാം സങ്കീർത്തനക്കാരൻ. അവൻ ധാന്യത്തിന് മീനിൽ ഒന്നും ആശ വെച്ചില്ല. അവൻ പറഞ്ഞു, ധാന്യവും മീനും വർദ്ധിച്ചതിൽ വ്യത്യസ്തമായ സമാധാനവും സന്തോഷവും എന്റെ ദൈവം എനിക്ക് തന്നു. പ്രൈസ്. അതെല്ലാം വരികയും പോവുകയും ചെയ്യുന്നതാണ്. ഒണ്ടേലും ഇല്ലേലും ഞാൻ സമാധാനത്തോടെ കിടന്നു. പ്രൈസ്. നീയല്ലോ എന്നെ നിർഭയം വസിപ്പിക്കുന്നത്. നമുക്ക് അതിന്റെ അടുത്ത ഭാഗം കൂടെ ചിന്തിക്കാം. വേഗം ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇവൻ അങ്ങോട്ട് നെകളം കയറി ഉടനെ ഇവൻ എങ്ങോട്ടാ തിരിഞ്ഞെന്നൂടെ നമുക്ക് നോക്കാം. അത് നിങ്ങളെ ഓർപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്നു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ഇവൻ അങ്ങോട്ട് ബലവാനായി കഴിഞ്ഞ ഉടനെ അഹങ്കാരം ഇവനകത്ത് കയറിയിട്ട് ഇവൻ അടുത്ത വഴി എങ്ങോട്ടാ നീങ്ങുന്ന ദൈവങ്ങളെ ശ്രദ്ധിക്കണം. അവൻ ദൈവമായ യഹോവയ്ക്ക് നേരെ നീങ്ങുന്നത്. ധൂപത്തിൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. ഇയാൾക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്യാൻ അയാൾ കയറുന്നത്. ഇയാൾ രാജാവാണ്, രാജാവിനെടുത്ത കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഇയാൾ പുരോഹിതനെടുത്ത കാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറുകയാണ്. ധൂപപീഠത്തിന്റെ അടുക്കിലോട്ട് ഇയാൾ തിരിഞ്ഞു. എന്നിട്ട് അസറിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന്. അങ്ങനത്തെ കുറെ പേര് ഇന്നും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ധൈര്യശാലികളായ കുറെ ദൈവദാസന്മാർ. അവർ രാജാവാണെന്നൊന്നും കേട്ട് മേടിക്കുന്നവരല്ല. അസറിയ പുരോഹിതനും അവനോടുകൂടി ധൈര്യശാലികളായ പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞു? ഉസിയ രാജാവിനെ തടുത്തു. രാജാവിനെ തടുത്തു നിർത്തി കാര്യമൊക്കെ ശരി അവിടെ നിൽക്കാൻ പറഞ്ഞു. അവനോട് ഉസിയാവേ യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്ക് അത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ആരാധനയ്ക്ക് ഒരു വ്യവസ്ഥ. പാവെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട്. മരിച്ചുപോയ ഭാഗ്യവാനായ PC ചാക്കോ സാർ ഞങ്ങളുടെ സഹപ്രവർത്തനായ ബൈബിൾ സ്കൂളിൽ ഒരുമിച്ച് ഞങ്ങൾ പഠിപ്പിച്ചതാണ്. അദ്ദേഹം പലപ്പോഴും വലിയ രൂപത്തിൽ ഒരു സത്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ലോകത്തിൽ കപടഭക്തി എന്ന് പറഞ്ഞാൽ കുളിര് കോരിയിടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അറിയാവുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഏതോ ഒരു സഭയിൽ ഒരു വഴക്ക് തീർക്കാൻ ചെന്നപ്പോ അവിടെ വഴക്ക് ഉണ്ടാക്കുകയും കർത്തൃമേശ എടുക്കുകയും ചെയ്യുന്ന ഒരാൾ. ഒറ്റ വഴക്കും ഉണ്ടാക്കാതിരിക്കുകയില്ല, ഒറ്റ കർത്തൃമേശയും എടുക്കാതിരിക്കുകയും. അങ്ങനത്തെ ഒരാളാണ്. സാറിന് മനസ്സിലായി. സാറ് രോഗിയെ കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, പിന്നെ സഭയിൽ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പ്രസംഗം ഉണ്ടാക്കുന്ന ഒരാളും കർത്തൃമേശ എടുക്കരുത്, അത് തെറ്റാണ് എന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ വഴക്കുണ്ടാക്കുന്ന ആളിങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്. ആരെല്ലാം പറഞ്ഞാലും ഞാൻ മേശ എടുക്കും. എനിക്ക് മേശ എടുക്കാൻ നല്ല കഴിവുണ്ട്. സാറോട് ഇങ്ങനെ പറഞ്ഞു, മേശ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ആ അപ്പുറത്ത് കിടക്കുന്ന മേശ പോയി എടുക്കും. കർത്താവിന്റെ മേശ എടുക്കുന്നത്, കർത്താവിന്റെ മേശ എടുക്കുന്നത് ശരീരശക്തി പോരാ. അതിന് ക്വാളിഫിക്കേഷൻ വിശുദ്ധിയാണ്, അതിന് ഹോളിനെസ് ആണ്, ആത്മീയ യോഗ്യതയാണ്. ദൈവസന്നിധിയിലെ യോഗ്യത എന്ന് പറയുന്നത് ഹോളിനെസ് ആണ്. ആത്മാവിന്റെ ശുദ്ധീകരണമാണ്, ഹൃദയശുദ്ധിയാണ്, അന്തർഭാഗത്തിലെ സത്യമാണ്, ഹൃദയത്തിലെ അക്ഷയഭൂഷണമായ ഗൂഢവചനമാണ്. അതുള്ളവന് മാത്രമേ ദൈവസന്നിധിയോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്തവനെ നാദാബും അബീഹൂവും അഗ്നി കത്തിച്ച് ധൂപം കാട്ടാൻ കയറിയപ്പോൾ ദൈവത്തിന്റെ കോപാഗ്നി അവരെ പിന്തുടർന്ന് കത്തി അവരെ നശിപ്പിച്ചതുപോലെ നമ്മൾ ആരാധന വിഷയത്തിൽ കാണിക്കുന്ന ക്രമക്കേട് വലിയ ദോഷമായി തീരും. ഇന്ന് രാത്രി ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആരാധന. ഇത് പറയുന്നതുകൊണ്ട് ചില എന്ത് ചെയ്യുമെന്നറിയാമോ? ആരാധനയോട് അടുക്കാതിരിക്കുന്ന ചില ആളുകൾ. ഇത്ര ഭയങ്കരമാണ്, അങ്ങോട്ട് അടുക്കുന്നില്ല.
നമുക്ക് നോക്കാം. അടുത്ത വാക്യത്തില് അടുത്ത അധ്യായത്തിൽ രസകരമായ സംഭവമുണ്ട്. അത് വായിച്ചാരെങ്കിലും 27-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ അപ്പൻ ഉണ്ടായ ഈ അനുഭവം കണ്ട മകൻ എന്തോ ചെയ്തു? അവൻ തന്നെ അപ്പനായ ഉസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തുവെങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നിട്ടില്ല. അവന് പേടിയായി. അപ്പൻ ആലയത്തിൽ കയറിക്കൊണ്ട് ഞാൻ ഈ ആലയത്തിലേക്ക് കയറുന്നില്ല. അത് തെറ്റാ. അങ്ങനെയൊക്കെ പോകണ്ട. നിനക്ക് കയറിയാ നിൽക്കാനും ഇടമുണ്ട്. അവിടെ വരെ നീ പോലീസോ. അപ്പൊ ആലയത്തിൽ കയറി നാശം ഉണ്ടായതുകൊണ്ട് ഞാൻ ആലയത്തിലേ കയറുന്നില്ലെന്ന് നോക്കി. ആരാധന വേണ്ടാന്നല്ല നീ വെക്കേണ്ടത്. ആരാധന വ്യവസ്ഥ പ്രകാരം ചെയ്യുവാനാണ്. നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ അഹ്ലോന്യ പുരോഹിതന്മാര് ആരാധനയുടെ വ്യവസ്ഥകൾ ഇതിനോട് പറഞ്ഞു. ഒന്ന്, ദൈവം തമ്പുരാൻ ഓരോരുത്തർക്കും അത് ഇങ്ങനെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ വ്യവസ്ഥ പ്രകാരം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ എല്ലാം കണ്ടീഷൻ എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്, ഹോളിനെസ് ആണ്. അതുകൊണ്ട് നിനക്ക് ഇത് ചെയ്യാൻ അവകാശമില്ല. ആരാധനയുടെ അതേ യോഗ്യത എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളുടെ യോഗ്യതയല്ല, പദവിയുടെ യോഗ്യതയല്ല, വിശുദ്ധിയുടെ യോഗ്യതയാണ്. ഇതെല്ലാം ഈ പുരോഹിതന്മാര് തന്നോട് പറഞ്ഞു. പക്ഷേ താങ്കൾ ചെവിക്കൊണ്ടോ നോക്കാം. വാക്യം വായിച്ച വേഗം. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കെ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാങ്കെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. എല്ലാവരും സംസാരിക്കാതെ ആ കാഴ്ച എല്ലാവരും മനസ്സിലുണ്ടെന്ന് കാണുക. ധൂപക്കുറ്റിയും പിടിച്ചുകൊണ്ട് ഒരുത്തം നിൽക്കുക, ധൂപം വീശുക. ധൂപം വീശിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നെറ്റിയേൽ കുഷ്ഠം പൊങ്ങി. ഇവൻ ഈ ധൂപം വീശുന്നവർക്കെല്ലാം പറയുന്നറിയോ? ആരെല്ലാം പറഞ്ഞാലും ഞാൻ ആരാധിക്കും, ആരെല്ലാം പറഞ്ഞാലും ഞാൻ ധൂപം വീശും. ധൈര്യമുള്ളവരെ പിടിച്ചു മാറ്റിട്ട് ഞാൻ ഇവിടുത്തെ രാജാവാ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളോ അനേകരുണ്ട്. കേരളത്തിലുണ്ട്. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് ആളുകളുണ്ട് കേരളത്തിലൊക്കെ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആരെല്ലാം എന്നെ ഇവിടുന്ന് മാറ്റി നിർത്തിയാലും ഞാൻ പോകില്ല. എന്റെ പേര് നടപടി നടത്താൻ ആർക്കും സാധ്യമല്ല. ഞാൻ കൂടെയാണ് ഈ ആലയം പണിത്, ഈ കെട്ടിടം പണിത് ഞാനാണ്. ഇതിന്റെ കൂടുതൽ മുടക്കെനിക്കാണ്. സുഹൃത്തി, അതെല്ലാം ശരിയായിരിക്കും. പക്ഷെ ആരാധിക്കാനുള്ള യോഗ്യത ഇതൊന്നും തലയിൽ കരി വെച്ചോ നടന്നോ ഒന്നും അല്ല. ആരാധിക്കാനുള്ള യോഗ്യത സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ. സൗമ്യതയും സ്നേഹവും സാവധാനതയും ക്ഷമയും സഹിഷ്ണുതയും ഇതൊക്കെയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓരോ കാര്യത്തിനും അതതിന്റെ യോഗ്യതയുണ്ട്. നമ്മുടെ വീട്ടിലെ ഈ മരം വെട്ടാൻ ഒരാളിനെ വിളിക്കുമ്പോഴേ, മരം വെട്ടിയിടാനായിട്ട് വിളിക്കുമ്പോൾ ഞാൻ കേരളത്തിലെ ഭാഷയിൽ പറയാം, ആരെങ്കിലും മുൻഗണന കൊടുക്കുന്ന ഇതാണോ? മരം വെട്ടുകാരന്റെ മുൻഗണന നല്ല സ്വഭാവമാണോ? നല്ല സ്വഭാവമുള്ളവരാണോ? അതല്ല ആദ്യം ചിന്തിക്കുന്നത്. പാറ പൊട്ടിക്കാൻ ഒരുത്തിനെ വിളിക്കുമ്പോ അവൻ ഇംഗ്ലീഷ് അറിയാമോ? അതല്ല ഒന്നാമത്തെ വിഷയം. ഓരോ കാര്യത്തിനും നമ്മൾ ഓരോരുത്തരും നിയോഗിക്കുമ്പോൾ അതിന് ഒന്നാമത് എംഫസിസ് കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട്. ആത്മീയന്റെ ഒന്നാമത്തെ എംഫസിസ് എന്ന് പറയുന്നത് ഉടുപ്പല്ല, അവന്റെ ഭാഷയല്ല, അവന്റെ ഹൃദയമാണ്. ദൈവം ഒന്നാമത് നോക്കുന്ന അതാണ്, അവന്റെ അന്തർഭാഗമാണ്, അകത്തെ മനുഷ്യനാണ്. ദൈവം നോക്കുന്നത് ഹോളിനെസ് ആണ്, വിശുദ്ധി. പൗലോസ്ലീഹ ഈ വെളിപ്പാടുകളെ ആധിക്യം പ്രാപിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും തനിക്ക് കിട്ടിയ വെളിപ്പാടുകൾ മുഴുവൻ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഗുളികയാക്കി നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണമോ? സകലവും ഞാൻ പ്രാപിച്ചാലും ദൈവസ്നേഹം എന്നിൽ ഓടുന്നില്ലെങ്കിൽ വെറുതെയാണ്. എല്ലാം ഒതുക്കി പറയുന്ന അവസാനത്തെ വാക്ക് സ്നേഹമാണ്, ദൈവസ്നേഹം. ഞാനൊരു കാര്യം കൂടെ പറയാം. ദൈവം എന്നെ പഠിപ്പിച്ച പറയാം, എനിക്ക് ദൈവസ്നേഹം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദൈവകൽപ്പനകൾ അനുസരിപ്പാൻ കഴിയൂ. പൗലോസ്ലീഹയോട് ആരെങ്കിലും ചോദിച്ചേ, അങ്ങ് ഇത്രയേറെ കഷ്ടങ്ങൾ സഹിക്കുന്നതിന്റെ പുറകിലൂടെ ആ മോട്ടീവ് പവർ എന്താണ്? പക്ഷെ അദ്ദേഹം പറയുന്നത് ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ 1 Corinthians 13 വായിച്ചു നോക്കൂ. എല്ലാം വിശ്വസിക്കുന്നു, എന്ത് സ്നേഹം! എല്ലാം പൊറുക്കുന്നു, എന്ത് സ്നേഹം! എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം! ദോഷം കണക്കിടുന്നില്ല, കാരണം സ്നേഹം. തള്ളേണ്ടതിനെല്ലാം തള്ളുന്നു,
ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. എനിക്ക് മാതാപിതാക്കളുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, അവരോടെല്ലാം എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ മുഖാന്തരം രക്ഷിക്കപ്പെടേണ്ടവരായിട്ട് 1000 ആളുകൾ ഈ ലോകത്തിലുണ്ടെന്ന് ഉൾക്കാഴ്ച പ്രാപിച്ചവർക്ക് ഈ വിധം തുലച്ചു കളയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. പോകുവാൻ ഇറങ്ങിപ്പോയി പറഞ്ഞിട്ടും അവൻ പോയില്ല. അവന്റെ നെറ്റിയിൽ കുഷ്ഠത്തിന്റെ അങ്കുരങ്ങൾ മുളച്ചു. ഞാൻ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? മഹാപുരോഹിതനായ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. മനസ്സിലായത് നിങ്ങൾ എന്താണ്? പണ്ട് ഇസ്രായേലിൽ ആരുടെയെങ്കിലും ദേഹത്ത് ഒരു പ്രത്യേക തിണർപ്പോ ഒരു പ്രത്യേക അടയാളമോ പുള്ളിയോ എന്തെങ്കിലും വന്നാൽ ഉടനെ ആദ്യമേ ഡോക്ടറെ അല്ലേ കാണിക്കുന്നത്, പുരോഹിതനെയാ. അയ്യോ, ഇപ്പൊ എന്റെ ദേഹത്ത് തന്നെ എന്തെങ്കിലും വന്നിരിക്കട്ടെ, ഞാൻ അക്കാലത്ത് ജീവിച്ചിരുന്നാണെന്ന് ഇരിക്കട്ടെ, എന്നെ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുപോയി. എന്റെ നോട്ടം എങ്ങോട്ടാണോ? ആദ്യം ഞാൻ ഈ പുള്ളിയെ നോക്കും, പുരോഹിതനെ കണ്ടിലോട്ട് നോക്കും. എന്തുവാ പുരോഹിതൻ പറയുമെന്നാണ് എനിക്ക് കേൾക്കേണ്ടത്. കൂന്നുള്ള അക്ഷരം ആദ്യം വരുമോന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ചിന്തിക്കാൻ കുഷ്ഠമാണെന്ന് പുരോഹിതൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായാലും അടുത്ത വഴി പാളയത്തിന് പുറത്ത്. പുരോഹിതന്റെ വാക്കാണ് അവസാന വാക്ക്. അസരിയാ പുരോഹിതനൊക്കെ അടുത്ത് നോക്കി. എന്താ ഇങ്ങനെ നെറ്റിയ ഇങ്ങോട്ട് കയറിയപ്പോ ഇല്ലായിരുന്നു, ഇപ്പൊ എന്തായി മുളച്ച് നിൽക്കുന്നത്? അവര് അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു കുഷ്ഠം. അത് തമ്മിൽ പറഞ്ഞു കുഷ്ഠമാണെന്ന് പറഞ്ഞ ഉടനെ ഒടുവിൽ സംഭവിച്ചത് കേൾക്കണോ? അതാ വായിക്കേണ്ടത്. യഹോവ തന്നെ ബാധിച്ചത് കൊണ്ട് തന്നെയും പുറത്തു പോകാൻ ബന്ധപ്പെട്ടു. അവൻ തന്നെയും പുറത്തു പോകാൻ ബന്ധപ്പെട്ടു. കണ്ടോ? ആരും പുറത്തു വിടുമ്പോ തന്നെ പൊക്കോളും. ദൈവം തമ്പുരാൻ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുക. അവസാനം ട്രാജഡി എനിക്ക് പറയാൻ ഇഷ്ടമില്ല. അവൻ അവിടെ നിന്ന് വെളിയിൽ പോയി ജീവപര്യന്തം കുഷ്ഠരോഗിയായിട്ട് അവൻ ജീവിച്ചു. ആരും അവനോട് സമ്പർക്കം പുലർത്തുകയില്ല. നയമാനെ കുറിച്ച് പറഞ്ഞ പോലെ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി എന്ന് പറഞ്ഞ പോലെ ആള് രാജാവാണ്, പക്ഷേ കുഷ്ഠരോഗിയാണ്. അവസാനം ഇദ്ദേഹം കുഷ്ഠരോഗിയായിട്ട് മരിച്ചു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു പലവിയുടെ പറഞ്ഞു നിർത്താം. അവന്റെ അടക്ക സമയത്ത് ആളുകൾ എന്ത് പറഞ്ഞു? അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവൻ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവനെ കല്ലറയിൽ അടക്കി. പക്ഷെ അടക്കുന്ന സമയത്ത് അവരെന്തോ പറഞ്ഞു, അവൻ കുഷ്ഠരോഗിയല്ലോ. ദൈവങ്ങളെ സങ്കടത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവകൃപയിൽ ആരംഭിച്ചതാണ്. ഒരു കാലത്ത് ദൈവത്തിൽ ധാരാളം നന്മകൾ പ്രാപിച്ചതാണ്. എന്നാൽ ദുരന്ത പര്യവസായിയായ ഒരു അവസാനം, സങ്കടകരമായ ഒരു അന്ത്യം അവനുണ്ടായി. എന്തുകൊണ്ട്? ദൈവകൃപയെ മറന്നു. ബലവാനായപ്പോൾ നിഗളിച്ചു. അവനെ ഉയർത്തിയ ദൈവത്തെ മറന്നു. നമുക്കാർക്കും ഈ ഗതികേട് വരരുത്. നമുക്കെല്ലാവർക്കും ഒരു കാര്യം ചെയ്യണം. ദാവീദ് പറഞ്ഞ പോലെ പറയണം, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? ഞാന് വെറുതെ ആട് നീക്കി നടന്ന വർത്തനല്ലേ. എന്റെ ദൈവമേ, ഞാൻ ഇതിനൊന്നും അർഹനല്ല. ആരാണ്ട് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഓരോരുത്തർ ഫിലോസഫർ കിങ് ഉണ്ടായിരുന്നു ആ കഥ. അത് ഞാൻ പുസ്തകത്തിൽ വായിച്ചാണ്. ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞാല് തത്വജ്ഞാനിയായ ഒരു രാജാവ്. സാധാരണ രാജാക്കന്മാരുടെ ട്രഡീഷൻ എല്ലാം ലംഘിച്ചേച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ സമയമായപ്പോൾ ഈ രാജകുമാരൻ തീരുമാനിച്ചു, ഞാൻ ഏതെങ്കിലും ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ചാൽ അവൾ എന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പൊങ്ങച്ചം പറയരുത്, എന്നും അടങ്ങി ഒതുങ്ങി കിടന്നോണം, വിനയത്തോടെ ജീവിക്കണം. അങ്ങനെയുള്ള ഒരാളിനെ എനിക്ക് വേണ്ടിയത്. അങ്ങനെ ആളിനെ അന്വേഷിച്ച് നടന്ന് ഇയാൾ ക്ഷീണിച്ചു. അവസാനം ഒരിക്കല് ഒരു സമുദ്രതീരത്തൂടെ ഇങ്ങനെ പോയപ്പോൾ കുറച്ച് പാവപ്പെട്ട സ്ത്രീകൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മത്സ്യം വിൽക്കുന്നതായിട്ട് കണ്ടു. ആ കൂട്ടത്തില് തീരെ കീറി പറഞ്ഞ വേഷമൊക്കെ ആയിട്ട് ഒരു എല്ല് പിടിച്ച ഒരു സ്ത്രീ അവിടെ ഇരുന്നോണ്ട് അത് മത്സ്യം വെക്കുന്നു. അവള് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു മത്സ്യം അവള് വെക്കുന്നത്. കൊഞ്ച് ഇങ്ങനെ നന്നായിട്ട് വളഞ്ഞിരിക്കുന്ന ആ മത്സ്യം ആളിവിടെ മുമ്പിൽ ഇരിക്കുന്നു. ഇവിടെ ഇരിപ്പം സങ്കടകരമായ ഇവിടെ നോട്ടവും എല്ലാം കൂടെ കണ്ടപ്പോ ഈ ഫിലോസഫർ കിങ് ഈ രാജകുമാരന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങളെ കണ്ടത് നമ്മുടെ ഉയർച്ചയിലല്ല, നമ്മുടെ താഴ്ചയിലാണ്. സഹോദരന്മാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തമ്പരാൻ നമ്മളെ കണ്ടത് എപ്പോഴും ആരോഗ്യത്തിലാണോ? പോക്കേടും പിടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴല്ലേ? ദൈവം നമ്മളെ കണ്ടത് എപ്പോഴാണ്? ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതെ നടന്നപ്പോഴല്ലേ? എപ്പോഴാണ് ദൈവം നമ്മളെ കണ്ടത്?
ഒരു 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 കേടില്ലാത്ത മുണ്ടെടുക്കാൻ നിവൃത്തിയില്ലാതെ നടന്നപ്പോഴല്ലേ റൈസലോ അതെല്ലാം തമ്പുരാൻ വന്ന് റൈസലോ ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ ആക്കി കഴിയുമ്പോഴത്തേക്ക് റൈസലോ ഇത് നേരത്തെ വളർന്നിരുന്നതാണോ അതോ പിടിച്ചു വളർത്താണോ? ഇന്ന് രാത്രി ബുദ്ധി ഉപദേശത്തിനായി ഞാൻ സംസാരിക്കുക. ഉസിയാവിന്റെ ചരിത്രം എനിക്ക് നിനക്ക് ഒരു സാധനപാഠമായിരിക്കട്ടെ. എനിക്ക് നിനക്ക് എന്തെല്ലാം കിട്ടിയാലും അപ്രേമിനെ പോലെ നമ്മൾ പറയുന്നത് ഇത് ശരീരമാണ്, ഇതൊരിക്കൽ മണ്ണായി പോകും. എന്റെ ആയുസ് 4 വിരൽ നീളമാണ്, അതൊരിക്കൽ തീർന്നു പോകും. ഈ ലോകത്തിന്റെ ധനധാന്യങ്ങളെല്ലാം ലോകം അപഹരിക്കും. ഈ ലോകത്തിന് പേടിയും പോലുമെല്ലാം ലോകം തിരിച്ചെടുക്കും. എനിക്ക് ലോകം ഒന്നും തരികയില്ല. അങ്ങേറ്റം വന്നാൽ ഈ ലോകം ദാഹജലം തരും, അതിൽ കൂടുതലൊന്നും തരികയില്ല. ഇന്ന് രാത്രിയിൽ ഈ ഉസിയ രാവിന്റെ ഈ ദുരന്ത കഥയിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. നമ്മൾ ഉയർത്തിയ ദൈവത്തിൽ ആശ്രയിക്കാം. അന്ത്യം വരെ അവൻ ശരണപ്പെടാം. നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഈ ചിന്തകൾ നിങ്ങളെ ഭരിക്കട്ടെ. ഇവിടെയുള്ള സഭയ്ക്ക് സകല മംഗളങ്ങളും ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൈകൾ ഉയർത്തി കർത്താവിനെ